മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോബയോളജിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ സ്റ്റെറിലൈസേഷനാണ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് മൈക്രോബയോളജിയിൽ മാത്രമല്ല ഫാർമസ്യൂട്ടിക്സിലും കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവൻ കേരള PSC പോലും ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സ്റ്റെറിലൈസേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഏരിയ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് എന്താണ് സ്റ്റെറിലൈസേഷൻ എന്നുള്ളൊരു ഡെഫിനേഷനാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. So process by which an article or a surface or a medium എന്തുമാകാം. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ആകാം? ഒരു ആർട്ടിക്കിൾ, ഒരു വസ്തുവിൻ്റെ ആകാം, ഒരു സർഫസ് ആകാം, ഒരു പ്രതലമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ ആകാം, എന്തിൻ്റെ ആയിക്കോട്ടെ. ദാറ്റ് ഈസ് മെയ്ഡ് ഫ്രീ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം. എല്ലാവിധ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും ആ ഒരു എന്താണോ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് അതെന്താകുന്നു? ഫ്രീ ആകുന്നു. ഇൻക്ലൂഡിങ് വെജിറ്റേറ്റീവ് ആൻഡ് സ്പോർ ഫോം. അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ എല്ലാ ഫോം എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെടും? വെജിറ്റേറ്റീവ് ഫോം ഉൾപ്പെടും ആൻഡ് സ്പോർ ഫോം ആൾസോ വിൽ ബി ഇൻക്ലൂഡഡ്. സോ അതിൻ്റെ റിമൂവൽ ഫ്രം ആൻ ആർട്ടിക്കിൾ ആകാം, ഒരു സർഫസ് ആകാം, അല്ലെങ്കിൽ മീഡിയം ആകും. കംപ്ലീറ്റ് റിമൂവലിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് അസെപ്സിസ് നോക്കാം. Technique by which the occurrence of infection into an uninfected tissue is prevented. അതായത് അസെപ്റ്റിക് ടെക്നിക്കിലൂടെ നമ്മൾ ഓൾറെഡി ഒരു അൺഇൻഫെക്റ്റഡ് ആണെന്ന് വിചാരിക്കുക. അതായത് അതിനകത്ത് മൈക്രോ ഓർഗാനിസം ഒന്നും ഇല്ല, അത് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസം ആണെന്ന് വിചാരിക്കുക. ഒരു വസ്തു അതിലേക്ക് ഫർദർ ഇൻഫെക്ഷനിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അസെപ്റ്റിക് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മൈക്രോബയോളജി ലാബിലൊക്കെ നമ്മൾ അസെപ്റ്റിക് ടെക്നിക്സ് എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. സോ എന്താണ് സ്റ്റെറിലൈസേഷൻ? പ്രോസസ് ബൈ വിച്ച് ആൻ ആർട്ടിക്കിൾ, surface or a medium is made free of all microorganisms including vegetative and spore form. So that is the definition of sterilization. എന്താണ് സ്റ്റെറിലൈസേഷൻ്റെ ആവശ്യകത? അതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോണത്. ടു കിൽ, ടു റിമൂവ് ദ അൺവാണ്ടഡ് മൈക്രോ ഓർഗാനിസം. നമുക്ക് വേണ്ടാത്ത മൈക്രോ ഓർഗാനിസത്തിനെ എന്ത് ചെയ്യാം? നമുക്ക് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ കിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. All microbiological techniques require appropriate and adequate sterilization. ഏറ്റവും കൂടുതൽ സ്റ്റെറിലൈസേഷൻ്റെ ഒരു ആവശ്യം വരുന്നത് മൈക്രോബയോളജിയിലാണ്. സോ അതാണ് രണ്ടാമത്തത്. ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് കൾച്ചർ മീഡിയ, കണ്ടെയ്നേഴ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഈസ് എസെൻഷ്യൽ. പ്രത്യേകിച്ച് മൈക്രോബയോളജി ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന കൾച്ചേഴ്സ്, അതേപോലെ തന്നെ മീഡിയാസ്, കണ്ടെയ്നേഴ്സ്, അതോടൊപ്പം തന്നെ അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനൊക്കെ എന്ത് ആവശ്യമുണ്ട്? സ്റ്റെറിലൈസേഷൻ ആവശ്യമുണ്ട്. ഇത് മൈക്രോബയോളജിയിൽ വരുന്ന ടോപ്പിക് ആയതുകൊണ്ടാണ് മൈക്രോബയോളജിയിലെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, സ്റ്റെറിലൈസേഷൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ദി complete destruction of all microorganism present in a system and the products free from living organism, those are called sterile products. അതായത് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു കണ്ടെയ്നർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആയിക്കോട്ടെ, സർഫസ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് വിളിക്കും? സ്റ്റെറൈൽ പ്രൊഡക്ട്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ദേ ബിക്കം ഫ്രീ ഫ്രം ഓൾ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം. സോ ആൻറ്റിസെപ്റ്റിക് എന്താണ്? Not a disinfectant, it is a substance or a product which prevent the growth of microorganisms by inhibiting their activity without destroying them. അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. എന്നാൽ എന്ത് ചെയ്യുന്നില്ല? അതിനെ കില്ല് ചെയ്യുന്നില്ല. അതാണ് ആൻറ്റിസെപ്റ്റിക്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആൻറ്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റൻസ് ഒക്കെ. ലിവിങ് മാറ്ററിൽ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ബാക്ടീരിയോസൈഡും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? ദാറ്റ് വിൽ കിൽ ദ ഗ്രോത്ത് ഓഫ് എന്താണ്? that will kill the microorganism. അതാണ് ബാക്ടീരിയോസൈഡ് എന്ന് പറയുന്നത്. that will kills the bacteria. അതേസമയം ബാക്ടീരിയോസ്റ്റാറ്റിക് ആണെങ്കിൽ they will എന്താണ്? ഗ്രോത്തിനെ മാത്രമേ എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളൂ. they will arrest or retard the growth of bacteria. ഒന്നെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ ആ ബാക്ടീരിയൽ ഗ്രോത്തിൻ്റെ ആ ഒരു സ്പീഡ്നെസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു, അതിനെ റിട്ടാർഡ് ചെയ്യുന്നു. പിന്നെ ഡിസിൻഫെക്ഷൻ്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു. ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എ പ്രോസസ് ദാറ്റ് റിമൂവ് ദി ഇൻഫെക്ഷൻ പൊട്ടൻഷ്യൽ ബൈ ഡിസ്ട്രോയിങ് ദ മൈക്രോ ഓർഗാനിസം. അതായത് ഇൻഫെക്ഷൻ പൊട്ടൻഷ്യലിന് ചാൻസ് ഉള്ള മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. പക്ഷെ അതിൽ ഒരിക്കലും എന്ത് ഉൾപ്പെടുന്നില്ല? ബാക്ടീരിയൽ സ്പോറുകൾ എന്ത് ചെയ്യുന്നില്ല? ഉൾപ്പെടുന്നില്ല. നോക്കൂ, ബട്ട് നോട്ട് ജനറലി ബാക്ടീരിയൽ സ്പോർട്സ്. ഇൻഫെക്ഷൻ പൊട്ടൻഷ്യലിനുള്ള, അതായത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ കാരണമാകുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു? അവ റിമൂവ് ചെയ്യുന്നു. എന്തിലൂടെ? ഡിസിൻഫെക്ഷനിലൂടെ. ജെർമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
എ സബ്സ്റ്റൻസ് ദാറ്റ് വിൽ കിൽ ദി പാത്തോജനിക് ബാക്ടീരിയ ബട്ട് നോട്ട് ബാക്ടീരിയൽ സ്പോർട്സ്. എന്താണ് ജെർമിസൈഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ എന്ത് ചെയ്യുന്നു? ഇവ നശിപ്പിക്കുന്നു. പക്ഷെ അവിടെയും എന്ത് ഉൾപ്പെടുന്നില്ല? സ്പോറ് നശിക്കുന്നില്ല. സ്പോറുകൾ നശിക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? സ്റ്റെറിലൈസേഷൻ തന്നെയാണ് വേണ്ടത്. പിന്നെ വിറിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇപ്പോൾ പാത്തോജനിക് ബാക്ടീരിയ കൊല്ലുന്നവയാണ് നമ്മൾ ജെർമിസൈഡ് അല്ലെങ്കിൽ ബാക്ടീരിയ സൈഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. വിറിസൈഡ് എന്ന് പറഞ്ഞാൽ വൈറസുകളെ കൊല്ലുന്നവയാണ് നമ്മൾ വിറിസൈഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിന്നെന്താണ്? ദ ആബ്സെൻസ് ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം ഈസ് കാൾഡ് സ്റ്റെറിലിറ്റി. അതായത് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനെ എന്ത് വിളിക്കുന്ന പറഞ്ഞത്? സ്റ്റെറൈൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നു പറഞ്ഞു. ആൻഡ് സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വയബിൾ ആയിട്ടുള്ള, അതായത് ജീവനുള്ള ഒരു മൈക്രോ ഓർഗാനിസം അതിനകത്ത് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റെറിലിറ്റി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? സ്റ്റെറിലൈസേഷൻ്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം, എന്താണ് ഡിസിൻഫെക്ഷൻ എന്നുള്ള അറിഞ്ഞിരിക്കണം, എന്താണ് ബാക്ടീരിയോസൈഡ്, എന്താണ് ബാക്ടീരിയോസ്റ്റാറ്റിക്. ഈ ഡെഫിനേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ആൻറ്റിസെപ്റ്റിക് ഡിസിൻഫെക്ഷൻ ടോപ്പിക്കിൽ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് സ്റ്റെറിലൈസേഷന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പോരെന്നേ ഉള്ളൂ ഇതും. നമുക്ക് മെയിൻലി ഈ സ്റ്റെറിലൈസേഷൻ ടോപ്പിക്കിൽ അറിയേണ്ടത് ഈ സ്ലൈഡ് തൊട്ടാണ്. ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. ഇപ്പോൾ ഈ ഫിസിക്കൽ, നിങ്ങൾ ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലേ? ഒന്നെന്താണ്? ഹീറ്റ് മെത്തേഡ്, 2 റേഡിയേഷൻ മെത്തേഡ്, 3 ഫിൽട്രേഷൻ. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് ഹീറ്റും റേഡിയേഷനും ഫിൽട്രേഷനും. ഫ്ലോ ചാർട്ട് വീണ്ടും ശ്രദ്ധിക്കുക. ഈ ഹീറ്റ് തന്നെ 2 മെത്തേഡിലൂടെ, ഹീറ്റ് മെത്തേഡ് തന്നെ 2 രീതിയിലുണ്ട്. ഡ്രൈ ഹീറ്റ് മെത്തേഡും ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡും ഉണ്ട്. റേഡിയേഷൻ അതും 2 എണ്ണം ഉണ്ട്. ഇവിടെ ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റ് എന്ന് പോലെ റേഡിയേഷനും 2 ടൈപ്പ് ഉണ്ട്. നോൺ അയണൈസിങ് റേഡിയേഷൻ ഉപയോഗിച്ചുള്ള സ്റ്റെറിലൈസേഷനും ഉണ്ട്, അയണൈസിങ് റേഡിയേഷൻ ഉപയോഗിച്ചുള്ള സ്റ്റെറിലൈസേഷനും ഉണ്ട്. ഫിൽട്രേഷന് വേറെ ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡെപ്ത് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എയർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡ്രൈ ഹീറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. ഈ ഡ്രൈ ഹീറ്റിൽ തന്നെ വീണ്ടും സബ് ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ഹീറ്റ് മെത്തേഡ് ഉണ്ട്, ഫ്ലെയിമിംഗ് ഉണ്ട്, ഇൻസിനറേഷൻ ഉണ്ട്, ഹോട്ട് എയർ ഓവൻ ഉണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മോയിസ്റ്റ് ഹീറ്റിനെ തന്നെ വീണ്ടും ടെമ്പറേച്ചറിന്റെ കണക്കിന് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നു. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നടക്കുന്ന സ്റ്റെറിലൈസേഷൻ ഉണ്ട്, 100 ഡിഗ്രി സെൽഷ്യസിൽ നടക്കുന്ന സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ആൻഡ് ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. ഇത് എന്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്? മോയിസ്റ്റ് ഹീറ്റിൻ്റെ. ഇനി റേഡിയേഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, നോൺ അയണൈസിങ്ങും അയണൈസിങ്ങും. നോൺ അയണൈസിങ്ങിലെ പ്രധാനപ്പെട്ട 2 റേഡിയേഷനാണ് ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷൻസിലെ പ്രധാനപ്പെട്ട 2 സ്റ്റെറിലൈസിങ് റേഡിയേഷൻസ് ആണ്, ഒന്ന് എക്സ്റേയും മറ്റൊന്ന് ഗാമ റേയും. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏതിനാണോ കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ, നോൺ അയണൈസിങ്ങിനാണോ അതോ അയണൈസിങ്ങിനാണോ, അതിൽ തന്നെ എക്സ്റേക്കാണോ ഗാമ റേക്കാണോ കൂടുതൽ പെനിട്രേഷൻ പവർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഗാമ റേസിനാണ് കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ. ഫിൽട്രേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടൈപ്സ് ഡെപ്ത്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആൻഡ് എയർ ഫിൽറ്റേഴ്സ്. ഈ ഒരു ഫ്ലോ ചാർട്ടിൽ പറയുന്ന ഓരോ ടൈപ്സും അതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് പ്രിക്കോഷൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കറക്റ്റായിട്ട് അറിയേണ്ടത്. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഫിസിക്കൽ മെത്തേഡ് അല്ലേ പറഞ്ഞത്. ഫിസിക്കൽ മെത്തേഡിൽ നമുക്ക് സൺലൈറ്റ് അതൊരു മെത്തേഡാണല്ലോ. സോ ആക്റ്റീവ് ജെർമിസൈഡൽ എഫക്റ്റ് ഈസ് ഡ്യൂ ടു ദി അൾട്രാ വയലറ്റ് റേസ്. UV റേസിന് എന്തിനുള്ള കഴിവുണ്ട്? ജെർമിസൈഡൽ ആക്ഷൻ ഉണ്ട് അല്ലേ? എന്താണ് ജെർമിസൈഡ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയനെ കൊല്ലാനുള്ള കഴിവിനെ. ഒരിക്കലും സ്പോർ ഫോം നശിക്കുന്നില്ല, ജസ്റ്റ് പാത്തോജനിക് ആയിട്ടുള്ള ഡിസീസ് ഫോമിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഴിവ് ആർക്കുണ്ട്? നമ്മുടെ സൂര്യരശ്മികളിലുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട്. ഇതൊരു നാച്ചുറൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ അല്ലേ? നാച്ചുറൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഓഫ് വാട്ടർ ഇൻ ടാങ്ക്സ്, റിവേഴ്സ് ആൻഡ് ലേക്സ്. ഇതൊരു നാച്ചുറൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. എഫക്റ്റ് ഈസ് ബെറ്റർ ഇൻ ട്രോപ്പിക്കൽ കൺട്രി ദാൻ സീസണൽ കൺട്രീസ്. സോ ഇതൊരു നമ്മൾ ആ ഫിസിക്കൽ മെത്തേഡ്സിലെ ഫസ്റ്റ് മെത്തേഡായ സൺലൈറ്റ്. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇനി അടുത്ത മെത്തേഡ്സ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി മോസ്റ്റ് റിലയബിൾ ആൻഡ് കോമൺലി എംപ്ലോയ്ഡ് മെത്തേഡ് ഹീറ്റ് മെത്തേഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഡ്രൈ ഹീറ്റും ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡും ഉണ്ടെന്നാണല്ലേ പറഞ്ഞത്. ഡ്രൈ ഹീറ്റിൽ തന്നെ റെഡ് ഹീറ്റ് മെത്തേഡ് ഉണ്ട്,
ഫ്ലെയിമിംഗ് ഉണ്ട്, ഇൻസിനറേഷൻ ഉണ്ട്, ഹോട്ട് എയർ ഓവൻ ഉണ്ട്. ഇനി മോയിസ്റ്റ് ഹീറ്റ് ടെമ്പറൈസേഷൻ നമ്മൾ പറഞ്ഞു അറ്റ് 100 ഡിഗ്രി ഉണ്ട്, ബിലോ 100 ഡിഗ്രി ഉണ്ട്, എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഇതിൽ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഉണ്ടല്ലോ, അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. മിൽക്കിന്റെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാന്നുള്ളത്, ഏതാണ്? പാസ്ചറൈസേഷൻ മെത്തേഡാണ്. ഇനി അങ്ങനെയും ചോദിക്കാതെ ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഏത് മെത്തേഡിന്റെ കീഴിൽ വരുന്നതാണ്? മോയിസ്റ്റ് ഹീറ്റിന്റെ കീഴിൽ വരുന്നതാണ്. അതിൽ തന്നെ ടെമ്പറേച്ചർ എത്രയാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 3 പോയിന്റ് പറഞ്ഞല്ലേ. മിൽക്ക് പാസ്ചറൈസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? മിൽക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്ചറൈസേഷൻ ആണ്. അതെല്ലാവർക്കും അറിയായിരിക്കും. ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് എന്തിന്റെ കീഴിൽ വരുന്നതാണ്? ഹീറ്റ് മെത്തേഡിന്റെ കീഴിൽ വരുന്നതാണ്. ഹീറ്റ് മെത്തേഡിൽ തന്നെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ മെത്തേഡിന്റെ കീഴിൽ വരുന്നതാണ്. അതും ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിലാണ് മിൽക്കിന്റെ സ്റ്റെറിലൈസേഷൻ അഥവാ പാസ്ചറൈസേഷൻ നടക്കുന്നത്. പിന്നെ ഇൻസിപ്പിസേഷൻ വരുന്നുണ്ട്, പിന്നെ വാക്സിൻ ബാത്ത്. അങ്ങനെ 3 എണ്ണമാണ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് നടക്കുന്ന 3 സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഇനി ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ നടക്കുന്ന ചില സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ബോയിലിംഗ്, ടിൻഡലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചിട്ടുണ്ട്. ടിൻഡലൈസേഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്നും അതിന് പറയാറുണ്ട്. പിന്നെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഇത് 3 എണ്ണമാണ് 100 ഡിഗ്രി സെൽഷ്യസിൽ നടക്കുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഇനി ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയ ഓട്ടോക്ലേവ് വരുന്നത്. ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ, പ്രഷർ, അതിന്റെ മെക്കാനിസം ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. So that comes under moist heat sterilization and temperature is above 100 degree Celsius, and pasteurization of milk comes under എന്താണ്? Temperature below 100 degree Celsius. Okay. ഇനി അടുത്ത സ്ലൈഡിലോട്ട് നോക്കാം. ഇനി ഇതിന്റെ മെക്കാനിസം, ഈ ഹീറ്റ് മെത്തേഡ് നമ്മൾ ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഹീറ്റ് മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഡ്രൈ ഹീറ്റ് മെത്തേഡ് വഴി ഓർഗാനിസംസ് കില്ലാതെന്ന് നോക്കാം. ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഡ്രൈ ഹീറ്റ് വഴി ഓർഗാനിസം കില്ല് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓക്സിഡേറ്റീവ് ഡാമേജിലൂടെയാണ്. ഓക്കെ, അതായത് ഓക്സിഡേറ്റീവ് ഡാമേജിലൂടെ. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓക്സിഡേറ്റീവ് ഡാമേജ്. ഇനി മോയിസ്റ്റ് ഹീറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഓർഗാനിസത്തിനെ കൊല്ലുന്നത്? കോയാഗുലേഷൻ ആൻഡ് ഡീനാച്ചുറേഷൻ ഓഫ് ബാക്ടീരിയൽ പ്രോട്ടീൻ. ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ്? Dry heat kill the organism by oxidative damage and moist heat kill the organism by coagulation and denaturation of bacterial proteins. Any factors influencing sterilization, അത് ഹീറ്റ്, ഇപ്പം ഹീറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മൾ ഡിസിൻഫെക്ഷൻ്റെ ചാപ്റ്റർ പറഞ്ഞപ്പം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസിൻഫെക്ഷൻ പറഞ്ഞാലല്ല, ടൈം ഓഫ് കോണ്ടാക്ട്, ടെമ്പറേച്ചർ, അതേപോലെ തന്നെ സർഫസിന്റെ നേച്ചർ ഒക്കെ ഡിസിൻഫെക്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ്. അതേപോലെ തന്നെ സ്റ്റെറിലൈസേഷനിലെ ഹീറ്റ് മെത്തേഡിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നേച്ചർ ഓഫ് ഹീറ്റ്. നമുക്ക് എന്ത് തരം ഹീറ്റാണ് നമ്മളവിടെ കൊടുക്കുന്നത് അതിനനുസരിച്ച് സ്റ്റെറിലൈസേഷനിൽ വ്യത്യാസം വരും. ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂറേഷൻ, ആ കൊടുക്കുന്ന ആ ഒരു ഹീറ്റിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, എത്ര സമയം അത് സ്റ്റെറിലൈസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്, അതും വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ എന്ത് ഓർഗാനിസം ആണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ എന്ത് സ്പോർ ഫോം ആണ് അവിടെ നശിക്കുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടും മാറും. ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, എന്ത് മെറ്റീരിയലാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്, ഗ്ലാസ് വേസ് ആണോ, മെറ്റൽ ആണോ, പോർസലൈൻ ആണോ, അങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ, അപ്പം എന്ത് മെറ്റീരിയൽ ആണോ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ്റെ ടെമ്പറേച്ചർ മാറും, കണ്ടീഷൻ മാറും, ടൈമും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ്. എന്തൊക്കെ വരും? നേച്ചർ, ടെമ്പറേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഓർഗാനിസം, കൂടാതെ സ്പോറും വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഇനി നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും 4 മെത്തേഡിനകത്ത് വരുന്നുണ്ട്. റെഡ് ഹീറ്റ്, ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ ആണ് നമുക്ക് കൂടുതൽ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഹോട്ട് എയർ ഓവൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഹോട്ട് എയർ ഓവൻ വഴി സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അത് കൂടാതെ ഈ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ ഹോട്ട് എയർ ഓവൻ കൂടാതെ വരുന്ന കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. റെഡ് ഹീറ്റ് ഉണ്ട്, ഫ്ലെയിമിംഗ് ഉണ്ട്, ഇൻസിനറേഷനും ഉണ്ട്. ഇൻസിനറേറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ഫസ്റ്റ് നമുക്ക് റെഡ് ഹീറ്റ് നോക്കാം. ഓക്കെ, റെഡ് ഹീറ്റ് ഇതാ അവിടെ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. മെറ്റീരിയൽസ് ആർ ഹെൽഡ് ഇൻ ദി ഫ്ലെയിം ഓഫ് എ ബൺസൺ ബർണർ
till they become red hot. ആ പേര് തന്നെ ഉണ്ട് റെഡ് ഹീറ്റ്, അതായത് എന്താണ് ആ മെറ്റീരിയലിനെ എന്താകുന്നിടം വരെ ഒരു റെഡ് ഹോട്ട് ആകുന്നിടം വരെ ബൺസൺ ബർണറിന്റെ ഫ്ലെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക, കാണിക്കുക. അതാണ് ഈ റെഡ് ഹീറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുക? എല്ലാ സാധനങ്ങളും നമുക്ക് റെഡ് ഹീറ്റ് വഴി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റൂല. അതായത് ബൺസൺ ബർണറിന്റെ ഫ്ലെയിമിലോട്ട് കാണിച്ച മെറ്റീരിയലിനെ ആ ഒരു റെഡ് ഫ്ലെയിം ആകുന്നിടം വരെ കാണിക്കാൻ പറ്റത്തില്ല. കുറച്ച് പർട്ടിക്കുലർ ഒബ്ജക്ട്സ് മാത്രമേ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഒന്ന്, ഇനോക്കുലേറ്റിംഗ് വയേഴ്സ് ഓർ ലൂപ്പ്, അതായത് നമ്മൾ മൈക്രോബയോളജി ലാബിൽ യൂസ് ചെയ്യുന്ന ഇനോക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലൂപ്പുകൾ, വയേഴ്സ് ഒക്കെ ഈ മെത്തേഡ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പിന്നെ ടിപ്സ് ഓഫ് ഫോർസെപ്സിന്റെ ടിപ്പ് ഈ മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് നീഡിൽസ്. ഇതാ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റെഡ് ഹീറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് ഫ്ലെയിമിങ്. അപ്പൊ റെഡ് ഹീറ്റ് കഴിഞ്ഞ് അടുത്തത് ഫ്ലെയിമിംഗ് ആണ്. ഇവിടെ മെറ്റീരിയൽസ് ആർ പാസ്ഡ് ത്രൂ ദി ഫ്ലെയിം ഓഫ് എ ബൺസൺ ബർണർ വിത്തൗട്ട് അലൗവിങ് ദം ടു ബിക്കം റെഡ് ഹോട്ട്. ഓക്കെ, എന്താണ് വ്യത്യാസം? റെഡ് ഹോട്ട് മെത്തേഡിനകത്ത് ബൺസൺ ബർണറിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, ആ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിരിക്കുക അണ്ടിൽ ഇറ്റ് ബിക്കംസ് റെഡ് ഹോട്ട്. അടുത്ത മെത്തേഡായ ഫ്ലെയിമിങ്ങിനകത്ത് എന്താണ് ചെയ്യേണ്ടത്? അലൗവിങ് ദം ബൺസൺ ബർണർ വിത്തൗട്ട് അലൗവിങ് ദം ടു ബിക്കം റെഡ് ഹോട്ട്. റെഡ് ഹോട്ട് ആകുന്നതിനെ വരെ ഒന്നും കാണിക്കണ്ട, ജസ്റ്റ് ബൺസൺ ബർണറിന്റെ ഫ്ലെയിമിൽ കൂടെ എന്ത് ചെയ്താൽ മതി, ഒന്ന് പാസ് ചെയ്താൽ മതി. അത് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? എന്തിൻ്റെയൊക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിമിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഗ്ലാസ് സ്ലൈഡുകൾ, സ്കാൽപ്പലുകൾ, പിന്നെ കൾച്ചർ ട്യൂബുകളുടെ മൗത്ത്. ഓക്കെ, ആ മൗത്ത് പീസ് ഉണ്ടല്ലോ, ആ ഏരിയാസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്ലെയിമിങ്. ഇവിടെയും ബൺസൺ ബർണർ ഫ്ലെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ, റെഡ് ഹോട്ട് ആവുന്നിടം വരെ ഒബ്ജക്റ്റ് അവിടെ വെക്കണ്ട എന്നുള്ളതും. പിന്നെ മെറ്റീരിയലും മാറുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് സ്ലൈഡ്, സ്കാൽപ്പൽസ് ആൻഡ് മൗത്ത്സ് ഓഫ് കൾച്ചർ ട്യൂബ്. അടുത്ത മെത്തേഡ് നോക്കാം, ഇൻസിനറേഷൻ. ഇവിടെയാണെങ്കിൽ മെറ്റീരിയൽസ് ആർ റെഡ്യൂസ് ടു ആഷസ് ബൈ ബേണിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ആദ്യത്തെ രണ്ട് മെത്തേഡിലും ഫ്ലെയിമിൽ കാണിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക അല്ലെങ്കിൽ റെഡ് ഹോട്ട് ആക്കുക എന്നുള്ളതേ ഉള്ളായിരുന്നു. പക്ഷെ മൂന്നാമത്തെ ഇൻസിനറേഷൻ മെത്തേഡിനകത്ത് ഹൈ ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ആ മെറ്റീരിയലിനെ എന്താക്കി മാറ്റുന്നു? ആഷ് ആക്കി മാറ്റുന്നു, ചാരമാക്കി മാറ്റുന്നു. അതിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫെക്റ്റീവ് മെറ്റീരിയൽസ് ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഈ ഒരു മെത്തേഡിലൂടെ എന്തൊക്കെയാണ് അവിടെ നശിച്ചു പോകുന്നത്? ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസും നശിച്ചു പോകുന്നു. പിന്നെ കൂടുതൽ ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ നമ്മൾ ഈ മെത്തേഡിൽ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഡിസ്പോസൽ ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് വാസ് ഇൻസിനറേറ്റർ. അതിപ്പം ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ നമ്മൾ ഹോട്ട് എയർ മെത്തേഡിൽ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ ഇൻസിനറേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് പേരാണ് ഇൻസിനറേറ്റർ എന്നാണ് പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നു? ഒന്ന്, സോയിൽ ഡ്രസ്സിങ്സ്, പിന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ക്ലോത്തിങ്ങുകൾ, ആനിമൽ കർക്കാസസ് ആൻഡ് ബെഡിങ്, പാത്തോളജിക്കൽ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കത്തിച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇൻസിനറേറ്റർ. ഇൻസ്ട്രുമെന്റ് മെത്തേഡിന് വിളിക്കുന്ന പേര് ഇൻസിനറേഷൻ. അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഹീറ്റ് മെത്തേഡിലെ ഡ്രൈ ഹീറ്റ് മെത്തേഡിൽ വരുന്ന ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. സോ ഹോട്ട് എയർ ഓവൻ ആണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡാണ്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഡബിൾ വാൾഡ് ഇൻസുലേറ്റഡ് ക്യാബിൻ ആൻഡ് ഡോർ മെത്തേഡാണ് ഇതിനകത്തുള്ളത്. ഡബിൾ ഇൻസുലേറ്റഡ് ആണ് ഹോട്ട് എയർ ഓവൻ. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ക്യാബിനും ഉണ്ട്, ഒരു ഡോറും ഉണ്ട്. ഇതാണ് ക്യാബിൻസ്, ഇതാണ് അതിൻ്റെ ഡോർ. സോ ഇലക്ട്രിക്കലി ഹീറ്റഡ് ആൻഡ് ഫിറ്റഡ് വിത്ത് എ ഫാൻ ടു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എയർ ഇൻ ദ ചേംബർ. ഇത് ഹീറ്റ് ആകുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക്കലി ആണ് ഇത് എന്താകുന്നത്? ഹീറ്റ് ആകുന്നത്. കറണ്ട് കുത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ അതൊരു ഫാൻ ഉണ്ട്, ആ ഫാനാണ് ഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഈ ചൂട്, കാറ്റിൻ്റെ ആ ചൂട് എല്ലാ സ്ഥലത്തേക്കും ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാനിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. പിന്നെ അകത്തൊരു തെർമോസ്റ്റാറ്റ് ഉണ്ട്, അതാണ് എന്തിനു സഹായിക്കുന്നത്? നമ്മൾ ചൂസ് ചെയ്ത ടെമ്പറേച്ചർ, ഇപ്പം നിങ്ങൾ അടുത്ത സ്ലൈഡിൽ നമുക്ക് ഹോട്ട് എയർ ഓവനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ കാണാൻ പറ്റും. നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിലോട്ട് ഇതിനെ എത്തിക്കുന്നത് തെർമോസ്റ്റാറ്റ് ഉള്ളത് കൊണ്ടാണ്. സോ ഹോട്ട് എയർ ഓവനിൽ പ്രധാനമായിട്ടും ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡും ഹോട്ട് എയർ ഓവൻ ആണ്. ഒരു ഡബിൾ ഇൻസുലേറ്റഡ് ക്യാബിൻ ആൻഡ് ഡോർ ആണ് ഈ ഒരു ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കലി ഹീറ്റഡ് ആണ്, ഫാൻ ഉണ്ട്, കൂടാതെ തെർമോസ്റ്റാറ്റും ഉണ്ട്, എന്താണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്.
ഇതാണ് ഹോട്ട് എയർ ഓവന്റെ കൺസ്ട്രക്ഷൻ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡബിൾ ഇൻസുലേറ്റഡ് ക്യാബിനും അതിന്റെ ഡോറും എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻ. നമ്മൾ തെർമോസ്റ്റാറ്റ് വെച്ചിരിക്കുന്നത് എന്തെന്നാണ് പറഞ്ഞത്? ടെമ്പറേച്ചർ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ പറഞ്ഞത്. സോ ടെമ്പറേച്ചറും സെറ്റ് ചെയ്യേണ്ട ടെമ്പറേച്ചറും അതിനെടുക്കുന്ന ടൈമും, അതായത് 140 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എങ്കിൽ 3 മണിക്കൂർ എടുക്കും ഹോട്ട് എയർ ഓവനിലെ സാധനം സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടാൻ. 150 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 2.5 അവേഴ്സ്. 160 ഡിഗ്രി സെൽഷ്യസ് കണ്ടോ, ടെമ്പറേച്ചർ കൂടുന്തോറും സമയം കുറഞ്ഞു വരുന്നുണ്ട് കണ്ടോ. 140 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുവാണെങ്കിൽ 3 മണിക്കൂർ എടുക്കും. അതേ സാധനം 150 പോകുമ്പോൾ അരമണിക്കൂറും കൂടെ കുറഞ്ഞു, 2.5 മണിക്കൂർ ആയി. 160 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഇതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ കേട്ടോ ഹോട്ട് എയർ ഓവനിൽ. 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 അവേഴ്സ്. ഇനി 170 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നതെങ്കിൽ 1 അവർ മതിയാകും. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 180. അപ്പൊ റേഞ്ച് ചോദിക്കുവാണെങ്കിൽ 160 to 180 ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഹോട്ട് എയർ ഓവൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ വെറും അരമണിക്കൂർ, അതായത് 30 മിനിറ്റ് മതിയാകും സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആകാനായിട്ട്. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. അതായത് നമ്മുടെ ഹോട്ട് എയർ ഓവൻ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തത് ഗ്ലാസ് വെയേഴ്സ്. ഈ ഗ്ലാസ് വെയേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ഗ്ലാസ് സിറിഞ്ചസ് വരും, പെട്രി ഡിഷസ്, പിപ്പറ്റുകൾ, അതേപോലെ തന്നെ ടെസ്റ്റ് ട്യൂബുകൾ. ഈ ഒരു പോയിന്റ്, ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷൻ അതാണ് നമുക്കിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ഗ്ലാസ് വെയേഴ്സ് പറഞ്ഞു. അടുത്ത സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ സ്കാൽപ്പലുകൾ, സിസേഴ്സ്, ഫോർസെപ്സ്, ഓയിൽമെന്റ് ട്യൂബ്സ് എക്സെട്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയാൻ പറ്റില്ല. അടുത്ത ഇനി കെമിക്കൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗ്ലാസ് വെയേഴ്സും സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും അല്ലേ, കെമിക്കൽസും സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ലിക്വിഡ് പാരഫിൻ, സോഫ്റ്റ് പാരഫിൻ, ഹാർഡ് പാരഫിൻ, ഗ്ലിസറിൻ, ഫാറ്റ്, വൂൾ ഫാറ്റ്. ഓക്കെ, അടുത്തത് വെഹിക്കിൾസ് ഓഫ് ഓയിലി ഇഞ്ചക്ഷൻസ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ടാൽക്ക്, കയോളിൻ, സൾഫോണമൈഡ്സ്. പിന്നെ ഓയിൽ ആൻഡ് പൗഡേഴ്സ് ഇൻ സ്മോൾ കണ്ടെയ്നേഴ്സ്. ഈ ഒരു സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴി, അതായത് ഹോട്ട് എയർ ഓവൻ വഴി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലാസ് വെയേഴ്സ് വരും, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വരും, കെമിക്കൽസിൽ ലിക്വിഡ്, ഹാർഡ്, സോഫ്റ്റ് പാരഫിൻ, ഗ്ലിസറിൻ ഒക്കെ വരുന്നുണ്ട്, വെഹിക്കിൾസ് ഓഫ് ഓയിലി ഇഞ്ചക്ഷൻസ് വരുന്നുണ്ട്, ടാൽക്കും കയോളിനും സൾഫർ ഡ്രഗ്സ് വരുന്നുണ്ട്, കൂടാതെ ഓയിൽസ് ആൻഡ് പൗഡേഴ്സ് ഇൻ സ്മോൾ കണ്ടെയ്നേഴ്സ്. ഇനി നമ്മൾ ഹോട്ട് എയർ ഓവനിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രിക്കോഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഷുഡ് നോട്ട് ബി ഓവർലോഡഡ്. അതായത് അറ്റ് എ ടൈം എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് അങ്ങ് എന്ത് ചെയ്യാനകത്ത് വെക്കരുത്. സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഓവർലോഡ് ആയി പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അത് നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അറേഞ്ച് ഇൻ എ മാനർ വിച്ച് അലൗസ് ദ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ. അതെല്ലാം കൂടെ തിരികെ കയറ്റി വെക്കരുത്. അതിന് ഒരു എയർ സർക്കുലേഷൻ നടക്കണം അതിൻ്റെ ഇടയിൽ കൂടെ. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ മെറ്റീരിയൽസ് ടു ബി സ്റ്റെറിലൈസ്ഡ് ഷുഡ് ബി പെർഫെക്റ്റ്ലി എയർ ഡ്രൈ. നമുക്ക് എന്ത് സാധനം, ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പെട്രി ഡിഷ് ആകാം, ഗ്ലാസ് വെയേഴ്സ് ആകാം, അല്ലെങ്കിൽ സ്കാൽപ്പൽസ്, സിസേഴ്സ്, ഗ്ലാസ് സിറിഞ്ചസ്, എന്തും ആയിക്കോട്ടെ, ഈ ഹോട്ട് എയർ ഓവനിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നേക്കാൾ മുമ്പ് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്ലി എയർ ഡ്രൈഡ് ആയിരിക്കണം. ഈർപ്പമയം ഉണ്ടാകാൻ പാടില്ലെന്ന് അർത്ഥം, എയർ ഡ്രൈ ആയിരിക്കണം. പിന്നെ പെട്രി ഡിഷസ് ആൻഡ് പിപ്പറ്റ് ഷുഡ് ബി wrapped in അലൂമിനിയം ഫോയിൽസ്. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പെട്രി ഡിഷുകളും പിപ്പറ്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഹോട്ട് എയർ ഓവനിൽ വെക്കുന്നേക്കാൾ മുമ്പ് അതൊക്കെ എന്ത് വെച്ച് wrap ചെയ്യണം? അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് wrap ചെയ്യണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റബ്ബർ മെറ്റീരിയൽസ്, ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഇൻസൈഡ്. അതായത് റബ്ബർ ക്ലോഷേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ചിലതിന്, അങ്ങനെ റബ്ബർ ക്ലോഷേഴ്സോ അല്ലെങ്കിൽ ഇൻഫ്ലെയിമബിൾ കത്താൻ ചാൻസ് ഉള്ള മെറ്റീരിയൽസ് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാടില്ല. ആൻഡ് ഓവൻ മസ്റ്റ് ബി അലൗഡ് ടു കൂൾ ഫോർ 2 hours ബിഫോർ ഓപ്പണിംഗ് സിൻസ് ഗ്ലാസ് വെയേഴ്സ് മേ ക്രാക്ക് ബൈ സഡൻ കൂളിംഗ്. പിന്നെ അത് നമ്മൾ വെച്ചിരിക്കുന്നത് ഗ്ലാസ് വെയേഴ്സും സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അല്ലേ, 160 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിലൊക്കെ 2 മണിക്കൂറും അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇരിക്കുന്ന സാധനമാണ്. പെട്ടെന്ന് സ്റ്റെറിലൈസേഷൻ കഴിയുമ്പോൾ ഉടൻ തന്നെ ഡോർ ഓപ്പൺ ആകാൻ പറ്റത്തില്ല. ഒരു 2 മണിക്കൂർ എടുത്ത് ആ ഒരു നോർമൽ റൂം ടെമ്പറേച്ചറോട്ട് ആക്കി അല്ലെങ്കിൽ കൂളിംഗ് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. കാരണം പെട്ടെന്ന് ഓപ്പൺ ചെയ്താൽ സഡൻ കൂളിങ്ങിലൂടെ നമുക്ക് അതിനകത്തിരിക്കുന്ന ഗ്ലാസ് വെയേഴ്സ് മൊത്തം എന്താകാനുള്ള ചാൻസ് ഉണ്ട്, ക്രാക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് ഹോട്ട് എയർ ഓവനിൽ ശ്രദ്ധിക്കേണ്ട പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആട്ടോ.
ഓവർലോഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യവും, പിന്നെ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ അലോ ചെയ്യാനായിട്ട് രീതിയിൽ വേണം നമ്മൾ സാധനങ്ങൾ അതിനകത്ത് പാക്ക് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ മെറ്റീരിയൽസ് എയർ ഡ്രൈ ചെയ്തിട്ട് വേണം സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് അതിനകത്ത് വെക്കാനായിട്ട്. പെട്രി ഡിഷുകൾ, പിപ്പറ്റ് പോലുള്ളവയൊക്കെ അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്ത് വേണം വെക്കാൻ. പിന്നെ റബ്ബർ മെറ്റീരിയൽസോ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് ഒന്നും അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാടില്ല. ആൻഡ് ലാസ്റ്റ്, ഓവൻ കൂൾ ചെയ്ത് ഏകദേശം 2 മണിക്കൂറെങ്കിലും എടുത്ത് കൂളായതിനു ശേഷം മാത്രമേ ഡോർ ഓപ്പൺ ചെയ്ത് സാധനങ്ങൾ വെള്ളോട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്നുള്ള കൂളിംഗ് വന്നാൽ എന്ത് സംഭവിക്കും? ക്രാക്ക് ചെയ്യും ഗ്ലാസ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയിരിക്കുവാണ്. അതിലപ്പം ഇൻസിനറേഷൻ എന്താണ്, റെഡ് ഫ്ലെയിം എന്താണ്, ഫ്ലെയിമിംഗ് എന്താണ്, ഹോട്ട് എയർ ഓവൻ, ഈ 4 മെത്തേഡും അതിൻ്റെ ആപ്ലിക്കേഷനും വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതിൽ തന്നെ 3 മെത്തേഡ് ഉണ്ടെന്ന്. 100 ഡിഗ്രി സെൽഷ്യസിൽ നടക്കുന്നത്, 100 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നടക്കുന്നത്, 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ നടക്കുന്ന പ്രോസസ്സുകൾ. അപ്പം ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നതാണ് നമ്മുടെ പാസ്ചറൈസേഷൻ, ഇൻസിപ്പിസേഷൻ ആൻഡ് വാക്സിൻ ബാത്ത്. 100 ഡിഗ്രി സെൽഷ്യസ് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ബോയിലിംഗ്. തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ നമ്മൾ കുടിക്കത്തില്ലേ, ബോയിൽ ചെയ്ത് വെള്ളം കുടിക്കത്തില്ല, അത് 100 ഡിഗ്രി സെൽഷ്യസിലല്ലേ ടെമ്പറേച്ചർ. പിന്നെ ടിൻഡലൈസേഷൻ വരുന്നുണ്ട്, സ്റ്റീം സ്റ്റെറിലൈസേഷനും വരുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നതാണ് നമ്മുടെ അവിടുത്തെ ഹോട്ട് എയർ ഓവൻ പോലെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോക്ലേവ്. സോ ഫസ്റ്റ് വൺ ഈസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ്ചറൈസേഷനിൽ തുടങ്ങാം. ഈ പാസ്ചറൈസേഷൻ തന്നെ 2 രീതിയിൽ നമുക്ക് നടക്കാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ മെത്തേഡിനെ ഹോൾഡർ മെത്തേഡ് എന്നും രണ്ടാമത്തെ മെത്തേഡിനെ ഫ്ലാഷ് മെത്തേഡ് എന്നും പറയുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ടെമ്പറേച്ചർ സഹിത എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹോൾഡർ മെത്തേഡ് എന്ന് പറയുന്നത് 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, ക്വിക്ക്ലി കൂൾ ചെയ്യുക. അതേപോലെ തന്നെ ഫ്ലാഷ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലാഷ് എന്ന് പറയുന്നത് എന്താണ്, ഹൈ ടെമ്പറേച്ചർ ആണ്. അത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, സമയം കുറവായിരിക്കും. ഇതാ നോക്ക്, ഇവിടെ 63 എങ്കിൽ ഇവിടെ 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ എന്താണ് 50 to 20 സെക്കൻഡ് ആണ്. ഇതാണ് നമ്മൾ പാസ്ചറൈസേഷനിലെ 2 മെത്തേഡും ടെമ്പറേച്ചറും, ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും. ആപ്ലിക്കേഷൻ എന്താണ്? ടു ഡിസ്ട്രോയ് ഓൾ നോൺ സ്പോറിംഗ് പാത്തോജൻസ് ലൈക്ക് മൈക്കോബാക്ടീരിയ, ബ്രൂസെല്ല ആൻഡ് സാൽമോണല്ല ഇൻ മിൽക്ക്. മിൽക്കിലുള്ള ഏതൊക്കെ മൈക്രോ ഓർഗാനിസത്തിനെയാണ് പാസ്ചറൈസേഷൻ വഴി നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്നത്? മൈക്കോബാക്ടീരിയ, ബ്രൂസെല്ല ആൻഡ് സാൽമോണല്ല. ഇവയുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ ദേ ആർ നോൺ സ്പോറിംഗ് പാത്തോജൻസ് ആണ്, അതായത് സ്പോർ ഫോർമേഷൻ ഇല്ലാത്ത പാത്തോജൻസ് ആണ്. സ്പോർ ഫോമിലുള്ളവയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ്ചറൈസേഷൻ കൊണ്ട് നശിക്കത്തില്ല. സോ നോൺ സ്പോറിംഗ് പാത്തോജൻസ് ആയ മൈക്കോബാക്ടീരിയ, ബ്രൂസെല്ല, സാൽമോണല്ലയൊക്കെ നശിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പാസ്ചറൈസേഷൻ മെത്തേഡ്. അതിൽ തന്നെ ഹോൾഡർ മെത്തേഡും ഉണ്ട്, ഫ്ലാഷ് മെത്തേഡും ഉണ്ട്. ടെമ്പറേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്ന അല്ലെങ്കിൽ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന ഒരു മെത്തേഡാണ് ഇൻസിപ്പിസേഷൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഓർത്തിരിക്കുക, 80 മുതൽ 85 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ഡെയിലി ഓൺ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസിപ്പിസേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, സ്റ്റെറിലൈസേഷൻ ഓഫ് സെറം ഓർ എഗ് മീഡിയ. സ്റ്റെറിലൈസേഷൻ ഓഫ് മീഡിയം സച്ചസ് ലൗൺസ്റ്റീൻ, ജെൻസൺ ആൻഡ് ലോഫേഴ്സ് സിറം. അപ്പം ഇത് ഓർത്തെന്ന് വെച്ചാൽ മതി, സ്റ്റെറിലൈസേഷൻ ഓഫ് സിറം ആൻഡ് എഗ് മീഡിയ ഓർ എഗ് മീഡിയ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസിപ്പിസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ അറിഞ്ഞിരിക്കുക, ടൈമും ഇമ്പോർട്ടൻ്റ് ആണ്. 80 മുതൽ 85 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ഓൺ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സ്. അടുത്തത് മൂന്നാമത്തത് വാക്സിൻ ബാത്ത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റിംഗ് അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ഡെയിലി ഇൻ എ വാക്സിൻ ബാത്ത്. സ്പെഷ്യൽ വാട്ടർ ബാത്ത് ഫോർ സെവറൽ സക്സസീവ് ഡേയ്സ്. ദാറ്റ് വിൽ ആൾസോ കിൽ മോസ്റ്റ് വെജിറ്റേറ്റീവ് ബാക്ടീരിയ. ഇവയുടെയൊക്കെ പ്രത്യേകത നോക്കിക്കുക, സ്പോറുകളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് വെജിറ്റേറ്റീവ് ഫോം ഓഫ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ഓഫ് സിറം ഓർ ബോഡി ഫ്ലൂയിഡ്സ് ബൈ ഹീറ്റിംഗ് അറ്റ് 56 ഡിഗ്രി സെൽഷ്യസ് ഫോർ an hour ഡെയിലി ഫോർ സെവറൽ സക്സസീവ് ഡേയ്സ്. ഇതിനാണ് വാക്സിൻ ബാത്ത് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ കീഴിൽ വരുന്നതാണ്. ടെമ്പറേച്ചർ എത്രയാണ്? ബിലോ 100 ഡിഗ്രിയാണ്. അടുത്തത് 100 ഡിഗ്രിയിൽ താഴെയുള്ള മെത്തേഡുകൾ കഴിഞ്ഞു. പാസ്ചറൈസേഷനും കഴിഞ്ഞു, വാക്സിൻ ബാത്തും കഴിഞ്ഞു, ഇൻസിപ്പിസേഷനും കഴിഞ്ഞു. ഇനി നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ നടക്കുന്ന ചില മെത്തേഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മുടെ ബോയിലാണ് അല്ലേ. സോ ബോയിലിംഗ് ഫോർ 10 to 30 മിനിറ്റ്സ് വിൽ കിൽ ദ വെജിറ്റേറ്റീവ് ഫോം ഓഫ് ബാക്ടീരിയ, ഫംഗൈ ആൻഡ് വൈറസ്. അതായത്
100 ഡിഗ്രി സെൽഷ്യസിൽ 10 അല്ലെങ്കിൽ 30 മിനിറ്റോ നമ്മളൊരു സാധനത്തിനെ തിളപ്പിക്കുമ്പോൾ അതിലുള്ള വെജിറ്റേറ്റീവ് ഫോം ഓഫ് ബാക്ടീരിയയും വൈറസും ഫംഗിയൊക്കെ എന്ത് ചെയ്യും, നശിക്കുന്നു. സ്പോർ ഫോമിനൊന്നും സംഭവിക്കുന്നില്ല. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആപ്ലിക്കേഷൻ എന്താണ്? ദാറ്റ് വിൽ കിൽസ് മോസ്റ്റ് ഓഫ് ദ വെജിറ്റേറ്റീവ് ഫോംസ് ബട്ട് സ്പോർ വിത്ത് സ്റ്റാൻഡ് ബോയിലിംഗ്. സ്പോർ ഫോമിന് ബോയിലിംഗ് പോയിന്റ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വിത്ത് സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവയ്ക്കൊന്നും സംഭവിക്കത്തില്ല. വെജിറ്റേറ്റീവ് ഫോം ഓഫ് ബാക്ടീരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നശിപ്പിക്കാൻ പറ്റുന്നു. മെത്തേഡ് എന്താണ്? ബോയിലിംഗ്. ഏതിൻ്റെ കീഴിൽ വരുന്നതാണ്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ടെമ്പറേച്ചർ എത്രയാണ്? അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അടുത്തതും 100 ഡിഗ്രി സെൽഷ്യസ് നടക്കുന്ന ഒരു മെത്തേഡാണ് ടിൻഡലൈസേഷൻ, അല്ലെങ്കിൽ വേറെ പേരെന്താ പറഞ്ഞത്? ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ. സോ ഇതിൽ സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 to 30 മിനിറ്റ്സ് വരെ ആകാം. 20 to 30 മിനിറ്റ്സ് ഓൺ 3 സക്സസീവ് ഡേയ്സ്. 3 സക്സസീവ് ആയിട്ടുള്ള ഡേയ്സിൽ 98 മുതൽ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യണം? 20 മുതൽ 30 മിനിറ്റ് റേഞ്ചിൽ എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എഗ്, സിറം ആൻഡ് ഷുഗർ കണ്ടെയ്നിങ് മീഡിയ. ആപ്ലിക്കേഷൻ എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നിൻ്റെയും വിട്ടുകളയാനില്ല, എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ടിൻഡലൈസേഷൻ്റെ പേരും ടെമ്പറേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സ്റ്റീം സ്റ്റെറിലൈസർ. ഇതും 100 ഡിഗ്രി സെൽഷ്യസിൽ 90 മിനിറ്റ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ എൻ്റെ ആപ്ലിക്കേഷൻ ശ്രദ്ധിച്ചാണെങ്കിൽ ഇവിടെ സ്റ്റെറിലൈസേഷൻ ഓഫ് മീഡിയ വിച്ച് ആർ നോട്ട് ഡീകമ്പോസ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ചില മീഡിയാസിലുള്ള സാധനങ്ങൾ, അതിനകത്തുള്ള കണ്ടന്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ മെത്തേഡ് സ്റ്റീം സ്റ്റെറിലൈസർ ഉപയോഗിച്ച് നമ്മൾ മീഡിയസ് സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ആ മീഡിയയുടെ പ്രത്യേകത എന്താണ്? ആർ നോട്ട് ഡീകമ്പോസ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ചൂട് കൂടിയെന്നും പറഞ്ഞാൽ അതിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നശിച്ചു പോകുന്നില്ല. അത്തരം മീഡിയാസിനെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്റ്റീം സ്റ്റെറിലൈസർ. 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 90 മിനിറ്റ്. അടുത്തത് ഓട്ടോക്ലേവ്. സോ ഹോട്ട് എയർ ഓവൻ ആയിരുന്നു ഡ്രൈ ഹീറ്റിലെ ഇമ്പോർട്ടൻ്റ് എങ്കിൽ മോയിസ്റ്റ് ഹീറ്റിലെ ഇമ്പോർട്ടൻ്റ് ആരാണ്? ഓട്ടോക്ലേവ് ആണ്. സോ പ്രിൻസിപ്പിൾ എന്താണ്? നമ്മുടെ വെള്ളം തിളയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇതും കൂടെ ഈക്വൽ ആകുന്ന സമയത്താണല്ലോ ബോയിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ വാട്ടർ ബോയിൽസ് വെൻ ഇറ്റ്സ് വേപ്പർ പ്രഷർ ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വേപ്പർ പ്രഷർ ഓഫ് ബോയിലിംഗ് വാട്ടർ ദാറ്റ് വിൽ ബി ഈക്വൽസ് ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആകുമ്പോഴാണല്ലോ ബോയിലിംഗ് നടക്കുന്നത്. അതേ പ്രിൻസിപ്പിൾ നമ്മുടെ പ്രഷർ കുക്കറിലൊക്കെ അല്ലെങ്കിൽ ബോയിലിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഓട്ടോക്ലേവിലും നടക്കുന്നത്. സോ വെൻ വാട്ടർ ബോയിൽ ചെയ്യുന്ന അതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഓട്ടോക്ലേവിൻ്റെതും. ഇതാണ് ഓട്ടോക്ലേവിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മറ്റടുത്ത് നമ്മൾ പറഞ്ഞു ഡബിൾ ഇൻസുലേറ്റഡ് ഒരു എന്താണ് ക്യാബിനും ഡോറും ഉണ്ടാകും, തെർമോസ്റ്റാറ്റ് ഉണ്ടാകും, പിന്നെ ഫാൻ ഉണ്ടാകും എയർ സർക്കുലേഷന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ എന്ന് പറയുന്നത് വെർട്ടിക്കലോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സിലിണ്ടർ ആയിരിക്കും ഓഫ് ഗൺ മെറ്റൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകാം അല്ലെങ്കിൽ മെറ്റൽ ആകാം. അങ്ങനത്തെ ഹൊറിസോണ്ടലോ അല്ലെങ്കിൽ വെർട്ടിക്കലോ ആയിട്ടുള്ള ഒരു സിലിണ്ടർ ഷേപ്ഡ് ആണ് നമ്മുടെ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ലിഡ് ഉണ്ട്. പിന്നെ എന്താണ്? ഹീറ്റിംഗ് മറ്റടുത്തേ പോലെ തന്നെ എന്താണ്? മറ്റേ ഇലക്ട്രിക്കലി ഹീറ്റഡ് അല്ലേ? ഇവിടെയും ഹീറ്റിംഗ് ഈസ് ബൈ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ബൈ ഹീറ്റിംഗ് കോയിൽസ് ആണ്. പിന്നെ ഇതിൽ എങ്ങനെയാണ് ഓട്ടോക്ലേവ് പ്രവർത്തിക്കുന്നുള്ള രീതിയാണ് നമ്മളിനകത്ത് ആ സിലിണ്ടർ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള സിലിണ്ടർ അല്ലെങ്കിൽ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ ഓട്ടോക്ലേവ്. പിന്നെ അത് നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ ഫില്ല് ചെയ്യുക. പിന്നെ നമ്മൾക്ക് എന്താണോ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അത് നമ്മുടെ ട്രേക്കകത്ത് വെക്കുക. പിന്നെ സ്വിച്ച് ഓൺ ദ ഹീറ്റർ ഓൺ ദി ഓട്ടോക്ലേവ്. നമുക്കിതിനൊരു ലിഡ് ഉണ്ടാകും, അടപ്പുണ്ടാകും, അതെന്ത് ചെയ്യുക? സ്ക്രൂ ചെയ്യുക. പിന്നെ എന്താണ്? നമുക്ക് വേണ്ടുന്ന റിക്വയർഡ് പ്രഷർ നമ്മൾ എന്ത് ചെയ്യുക? സെറ്റപ്പ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ഓട്ടോക്ലേവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. പ്രവർത്തനമൊന്നും വർക്കിംഗ് ഒന്നും നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഓട്ടോക്ലേവിൽ അറിഞ്ഞിരിക്കേണ്ടത് ഏത് മെത്തേഡിൻ്റെ കീഴിലാണ് വരുന്നത്, ഏത് ടെമ്പറേച്ചറിൽ എത്ര പ്രഷറിലാണ് ഈ സംഭവം നടക്കുന്നത്, ഇതുവഴി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ആപ്ലിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇതിൻ്റെ ഉള്ളിലെ വേപ്പർ പ്രഷറും കൂടി ഇമ്പോർട്ടൻ്റ് ആകുമ്പോഴായിരിക്കുമല്ലോ ഇത് ബോയിലിംഗ് നടക്കുന്നത്. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ്. സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻ നമ്മൾ ഹോട്ട് എയർ ഓവൻ്റെയും പഠിച്ചിരുന്നു. 130 എത്ര, 140 എത്ര, 150 എത്ര, 160, 170, 180 റേഞ്ചിൽ വരുന്നതും ടെമ്പറേച്ചർ എത്രയാണ് ആ സമയത്ത് സെറ്റ് ചെയ്യേണ്ട ടൈമും എത്രയാണെന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ 100 ഡിഗ്രി ആണെങ്കിൽ പ്രഷറിൻ്റെ യൂണിറ്റ് ആട്ടോ PSI ഇരിക്കുന്നത്. പിന്നെ 110 ഡിഗ്രിയിലാണെങ്കിൽ 5 ആണ്.
പിന്നെ 116 ആണെങ്കിൽ 10, 121 നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 അവർ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് 50 LBS പ്രഷറിലാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു ബോക്സ് ഓർത്ത് വെച്ചേക്കണം. അടുത്തത് ഓട്ടോക്ലേവിൻ്റെ ആപ്ലിക്കേഷൻ. ഹോട്ട് എയർ ഓവൻ്റെ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഗ്ലാസ് വേസ് പറഞ്ഞു, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞു, പിന്നെ എന്താണ് ഓയിൽസ് ഓഫ് വെഹിക്കിൾസ് ഓഫ് ഓയിലി ഇഞ്ചക്ഷൻസ് പറഞ്ഞു, പിന്നെ പൗഡേഴ്സ്, സൾഫർ ഡ്രഗ്സ് ഒക്കെ പറഞ്ഞു. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഫസ്റ്റ് തന്നെ നോക്കൂ, മെറ്റീരിയൽസ് വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. കാരണം ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്, 100 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അതിലിരിക്കുന്ന സാധനങ്ങൾക്ക് ആ ഒരു ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അതാണ് ആദ്യത്തെ അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഇതിലൂടെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കൾച്ചർ മീഡിയാസ്, പിന്നെ റബ്ബർ മെറ്റീരിയൽ, ഗൗൺസ്, ഡ്രസ്സിങ്സ് ആൻഡ് ഗ്ലൗസ്. അതായത് സർജിക്കൽ ഡ്രസ്സിങ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് സർജിക്കൽ ഡ്രസ്സിങ്സ്, ഗോസസ് ആൻഡ് സ്യൂച്ചേഴ്സ്, പിന്നെ ട്രാൻസ്ഫ്യൂഷൻ എക്യുപ്മെന്റ്സ്, അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് അതർ അലൈഡ് ഐറ്റംസ് ദാറ്റ് ക്യാൻ ബി കൺവീനിയന്റ്ലി വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാത്രമല്ല പ്രഷറും വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നത്? കൾച്ചർ മീഡിയ, റബ്ബർ മെറ്റീരിയൽസ്, ഗൗൺസ്, സർജിക്കൽ ഡ്രസ്സിങ്സ്, ഗ്ലൗസ്, സ്യൂച്ചേഴ്സ്, ഗോസസ് എക്സെട്ര. പിന്നെ IV ആപ്ലിക്കേറ്റേഴ്സ്, എക്യുപ്മെന്റ് സൊല്യൂഷൻസ് ആൻഡ് സിറിഞ്ചസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിലൂടെയാണ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത്? ഓട്ടോക്ലേവ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട, നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചറിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രഷർ കണ്ടീഷനിലും സ്റ്റെറിലൈസേഷൻ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചില സ്റ്റെറിലൈസേഷൻ കൺട്രോൾസ് യൂസ് ചെയ്യും. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ നമുക്ക് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറയാൻ പോണ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇപ്പോൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം എന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലേ? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ആണ്. ഇതൊന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഓട്ടോക്ലേവിംഗ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന മറ്റ് കൺട്രോൾസ് ഒന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഒന്ന് ബ്രൗൺസ് ട്യൂബ് ആണ്. അതിൽ നമുക്ക് ഓട്ടോക്ലേവിലാണെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത് 121 ഡിഗ്രി സെൽഷ്യസിൽ. പിന്നെ നമ്മൾ തെർമോ കപ്പിൾസും യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോക്ലേവ് ടേപ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ കൺട്രോൾസ് ആണ്. അതിൽ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ആണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തഡാണ് ബ്രൗൺസ് ട്യൂബ്. അതിൽ നമുക്ക് ഓട്ടോക്ലേവിൽ കിട്ടുന്ന സ്പോട്ട് ഏതാന്ന് ഓർത്തിരിക്കുക. അത് ബ്ലാക്ക് സ്പോട്ട് ആണ്. 121 ഡിഗ്രി സെൽഷ്യസിലാണ് ആ ഒരു ബ്ലാക്ക് സ്പോട്ട് ഫോം ചെയ്യുന്നത്. ഇത് കൂടാതെ തെർമോ കപ്പിൾസും ഓട്ടോക്ലേവ് ടേപ്സും നമ്മൾ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ടെക്നിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഹീറ്റ് മെത്തേഡ് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫ്ലോ ചാർട്ട് ഓർക്കുന്നുണ്ടോ? ഹീറ്റ് ഉണ്ടായിരുന്നു, റേഡിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഏരിയയിലോട്ട് വരുവാണ് റേഡിയേഷൻ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു റേഡിയേഷൻ തന്നെ. ഇവിടെ ഡ്രൈ ഹീറ്റ് എന്നും മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തുണ്ട്? അയണൈസിങ്ങും ഉണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷനും ഉണ്ട്. നോൺ അയണൈസിങ് റേഡിയേഷനിൽ വരുന്നതാണ് IR റേഡിയേഷൻസും UV റേഡിയേഷനും. ആൻഡ് അയണൈസിങ് റേഡിയേഷനിൽ വരുന്നതാണ് എക്സറൈസും ഗാമ റൈസും. നമുക്ക് ഓൾറെഡി എല്ലാത്തിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ ഹീറ്റിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓക്സിഡേറ്റീവ് ഡാമേജ് ആണ്. മോയിസ്റ്റ് ഹീറ്റ് ആണെങ്കിൽ പറഞ്ഞു ഡീനാച്ചുറേഷൻ അല്ലെങ്കിൽ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണെന്ന് പറഞ്ഞു. ഇനി റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ when the sterilizing ray pass through the bacterial cell containing several vital molecules, they give energy to the electron of the constituent atom and the electron acquire a high energy to tear themselves and free from constituent atoms in a process called ionization. അതായത് അയണൈസേഷൻ എന്ന് പറയുന്ന ഒരു അയണൈസേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. അതായത് ആൽക്കൈലേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ് നടക്കുന്നത്. അതിലൂടെയാണ് ഇവ സ്റ്റെറിലൈസ് ചെയ്ത് നമുക്ക് കിട്ടുക. സോ ആദ്യം നമുക്ക് നോൺ അയണൈസിങ് റേഡിയേഷൻസ് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം വരുന്നത് IR റേഡിയേഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേ വിത്ത് എ വേവ് ലെങ്ത് ലോങ്ങർ ദാൻ ദി വിസിബിൾ ലൈറ്റ്. IR റേഡിയേഷൻ നമ്മുടെ
യു വി സ്പെക്ട്രത്തിൽ എവിടെയാണ് വരുന്നത്, എന്തിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേ ആണ് വിത്ത് എ വേവ് ലെങ്ത് ലോങ്ങർ ദാൻ ദാറ്റ് ഓഫ് ദി വിസിബിൾ ലൈറ്റ്. പിന്നെ ഇത് കിൽസ് ദ മൈക്രോ ഓർഗാനിസം ബൈ ദി ഓക്സിഡേഷൻ ഓഫ് മോളിക്യൂൾ ആസ് എ റിസൾട്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി റാപ്പിഡ് മാസ് സ്റ്റെറിലൈസേഷൻ ഓഫ് പ്രീപാക്ഡ് ഐറ്റംസ് സച്ച് എസ് സിറിഞ്ചസ് ആൻഡ് കാത്തീറ്റേഴ്സ്. സോ IR റേഡിയേഷൻ വഴിയാണ് പ്രീപാക്ഡ് സിറിഞ്ചസും കാത്തീറ്റേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇനി അൾട്രാവയലറ്റ് റേഡിയേഷൻ, ഇതും എന്താണ്, നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ്. UV portion of the electromagnetic spectrum include all radiation from 150 to 3900 Angstrom. അതിൽ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന് ലീഥൽ ആയിട്ടുള്ളത് ഏതാണ്, 2600 ആംസ്ട്രോങ്ങിലുള്ള വേവ് ലെങ്ത് ആണ് എന്ത്, മോസ്റ്റ് ലീഥൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നമ്മുടെ അയണൈസിങ് റേഡിയേഷൻ ആയ ഗാമ റൈസിനെ വെച്ച് നോക്കുമ്പോൾ UVക്ക് പെനിട്രേറ്റിംഗ് പവർ ഭയങ്കര കുറവാണ്. Thus, the only microorganism on the surface of an object exposed directly to the ultraviolet light are susceptible to the destruction. അതായത് UV റേസ് വെച്ച് നമുക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു സ്റ്റെറിലൈസേഷൻ ഒന്നും പോസിബിൾ അല്ല. എന്താണ് ഇവിടെ പറയുന്നത്, only the microorganism on the surface of an object exposed directly to the ultraviolet light are susceptible to destruction. അതായത് ഇപ്പം നമ്മളൊരു പ്രതലത്തിലോട്ട് UV ലൈറ്റ് അടുപ്പിക്കുമ്പോൾ ആ UV ലൈറ്റിന്റെ സർഫസിലുള്ള മൈക്രോ ഓർഗാനിസം മാത്രമേ എന്താവുന്നുള്ളൂ, നശിക്കപ്പെടുന്നുള്ളൂ. അതിന്റെ ഉള്ളിലോട്ടുള്ള, അതായത് പെനിട്രേറ്റിംഗ് പവർ കുറവായതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ കയറി മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാനുള്ള കഴിവൊന്നും ഇല്ല. ഇവൻ ഇപ്പം ഗാമ റൈസ് ഒക്കെ ആണെങ്കിൽ പെനിട്രേറ്റിംഗ് പവർ ഭയങ്കരമായിട്ടുണ്ട്, നല്ലപോലെ തുരന്ന് ഉള്ളിൽ കയറി അതിന്റെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസം ഒക്കെ നശിക്കുന്നു. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ UV റേഡിയേഷൻ ജസ്റ്റ് സർഫസ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം മാത്രമേ നശിക്കുന്നുള്ളൂ. UV radiations are used to sterilize operation theaters, laboratories and entryways. Okay, UV റേഡിയേഷനും ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര എന്താണ്, എഫിഷ്യൻസി ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും UV റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലബോറട്ടറീസ്, അതേപോലെ തന്നെ എൻട്രി വേസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പം നോൺ അയണൈസിങ് റേഡിയേഷൻ അത്ര കണ്ടൊരു ആപ്ലിക്കേഷൻ ഇല്ല. അയണൈസിങ് റേഡിയേഷൻ ആണ് കൂടുതലുള്ളത്. അതിൽ വരുന്നതാണ് എക്സ്റേ ഉണ്ട്, ഗാമാറേ ഉണ്ട്, കോസ്മിക് റേസ് ഉണ്ട്. ദേ പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദി ഒബ്ജെക്ട്. അതാണ് നമ്മൾ എക്സ്റേയുടെ UV റേസിന്റെ കാര്യത്തിൽ പറയാഞ്ഞത്. കാരണം UV റേസിന് ഇത്രയും പെനിട്രേറ്റിംഗ് പവർ ഇല്ല. സോ ദീസ് റേഡിയേഷൻ ഡു നോട്ട് പ്രൊഡ്യൂസ് ഹീറ്റ് ഓൺ ദ സർഫസ് ഓഫ് മെറ്റീരിയൽ. ഹെൻസ് സ്റ്റെറിലൈസേഷൻ യൂസിങ് അയണൈസിങ് റേഡിയേഷൻ ഈസ് റിഫേർഡ് ആസ് കോൾഡ് സ്റ്റെറിലൈസേഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ ബാക്ടീരിയൽ എൻഡോസ്പോർസ് ആൻഡ് വെജിറ്റേറ്റീവ് സെൽസ്, ബോത്ത് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക്. ഹൗവർ അയണൈസിങ് റേഡിയേഷൻ ഈസ് നോട്ട് ആൾവേസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് വൈറസ്. അതായത് പ്രോകാരിയോട്ടിക്, യൂകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസത്തിനെതിരെ ഇത് എഫക്റ്റീവ് ആണ്. പക്ഷെ വൈറസുകൾക്കെതിരെ അത്ര കണ്ട് ഉപയോഗം ഇല്ല അയണൈസിങ് റേഡിയേഷൻസിന്. അപ്പോൾ ഇതിന് പെനിട്രേറ്റിംഗ് പവറും ഉണ്ട്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളതിനെ എന്ത് വിളിക്കുന്നുണ്ട്, കോൾഡ് സ്റ്റെറിലൈസേഷനും വിളിക്കുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അയണൈസിങ് റേഡിയേഷൻ്റെയും നോൺ അയണൈസിങ് റേഡിയേഷൻ്റെയും മെക്കാനിസം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അയണൈസിങ് റേഡിയേഷൻസ് ആയ എക്സ്റേസും ഗാമ റേസും ഒക്കെ എന്താ ചെയ്യുന്നത്, ദാറ്റ് വിൽ കോസസ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദി DNA ഡാമേജ് ഉണ്ടാക്കിയായിരിക്കും എന്ത് ചെയ്യുന്നത്, അവ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോട്ട് വൈഡ് സ്പ്രെഡ് ഇൻ റുട്ടീൻ സ്റ്റെറിലൈസേഷൻ യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസിങ് ഫാർമസ്യൂട്ടിക്കൽ, മെഡിക്കൽ ആൻഡ് ഡെന്റൽ സപ്ലൈസ്. ഇനി നോൺ അയണൈസിങ് റേഡിയേഷൻസ് എന്താണ്, ഇത് DNA തന്നെ ഡിസ്ട്രക്ട് ചെയ്ത് കളയുന്നെങ്കിൽ നോൺ അയണൈസിങ് റേഡിയേഷൻസ് എന്താ ഉണ്ടാക്കുന്നു, DNAക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു. റേഡിയേഷൻസ് നോട്ട് വെരി പെനിട്രേറ്റിംഗ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, UV റേസിനൊന്നും പെനിട്രേറ്റിംഗ് പവർ ഇല്ലാത്ത കാര്യം. സോ ദേ ആർ യൂസ്ഡ് ഫോർ ദി കൺട്രോൾ ഓഫ് എ ക്ലോസ്ഡ് എൻവയോൺമെന്റ് വിത്ത് UV റേസ്. നമ്മൾ പറഞ്ഞില്ലേ എൻട്രി വേസും ലബോറട്ടറീസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് UV മെത്തേഡ്. DNAക്ക് ഡാമേജ് ഉണ്ടാക്കിയായിരിക്കും സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ആൻഡ് അയണൈസിങ് റേഡിയേഷൻ ആണെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് DNA ആയിരിക്കും. ഡ്രൈ ഹീറ്റ് ആണെങ്കിൽ എന്താ പറഞ്ഞത്, ഓക്സിഡേറ്റീവ് ഡാമേജ് ആണ്. മോയിസ്റ്റ് ഹീറ്റ് ആണെങ്കിൽ എന്താണ് പറഞ്ഞത്, കോയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ്, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞല്ലേ. ഇനി ഒരു മെത്തേഡ് കൊണ്ട് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, അവിടെയാണ് ആൽക്കൈലേഷൻ വഴി എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സോ ഇനി ഫിൽട്രേഷൻ. ഓക്കെ, ഫിൽട്രേഷൻ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മെത്തേഡിലെല്ലാം ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റിലൊക്കെ ഹീറ്റ് ഒരു ഫാക്ടറാണ്.
പിന്നെ അയണൈസിങ്ങിനകത്ത് നോൺ അയണൈസിങ് റേഡിയേഷൻസിനകത്ത് എന്ത് വരുന്നുണ്ട്, UV ലൈറ്റിന് ഒരു ചെറിയ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അയണൈസിങ് റേഡിയേഷൻസിനകത്ത് ഹീറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മളതിനെ എന്താണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് വിളിച്ചു. ഇനി ഫിൽട്രേഷൻ മെത്തേഡിലോട്ട് വരുമ്പോഴത്തേക്കും ഒട്ടും തന്നെ അവിടെ ടെമ്പറേച്ചറിൻ്റെ ഒരു സാന്നിധ്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ സ്റ്റെറിലൈസ് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഫ്ലൂയിഡ്. കൂടാതെ എയറിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യൂസ്ഫുൾ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ്ഫുൾ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് ടോക്സിൻസ്, എൻസൈംസ്, ഡ്രഗ് സിറം ആൻഡ് ഷുഗർ അല്ലേ. നമുക്കറിയാം ഈ എൻസൈമുകളും അതേപോലെ തന്നെ പ്രോട്ടീൻസിനൊക്കെ ചിലപ്പോൾ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളവ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഫിൽട്ടർ ചെയ്യാനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ ഫിൽട്രേഷൻ ആണ്. sugar solutions used for the cultivation of microorganism tends to caramelize during autoclaving. So they are best sterilized by filtration. അതായത് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കൾച്ചർ മീഡിയക്കകത്ത് എന്തായാലും ഷുഗർ കണ്ടന്റ് ഉണ്ടാവും, എന്നാലേ മൈക്രോ ഓർഗാനിസം വളരത്തുള്ളൂ. പക്ഷെ അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഓട്ടോക്ലേവ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഷുഗർ ഈ വലിയ ടെമ്പറേച്ചറിൽ എന്താവും, കാരമലൈസ് ആയി പോകും. അപ്പോൾ പിന്നെ അവിടെ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ പറ്റുമോ, ഇല്ല. അപ്പം അങ്ങനെയുള്ള ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് കണ്ടെയ്നിങ് കൾച്ചർ മീഡിയ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഫിൽട്രേഷൻ ആണ്. കൂടാതെ ഫിൽട്രേഷൻ ഈസ് ആൾസോ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ബിയർ ആൻഡ് വൈൻ ഇൻഡസ്ട്രീസ്. അപ്പം ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിൽട്രേഷൻ എന്ന് പറയുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡും. ഇനി ഈ ഫിൽട്രേഷൻ നമ്മൾ രണ്ട് പ്രഷർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് പ്രഷർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് പ്രഷർ സിസ്റ്റവും യൂസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് പ്രഷർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കംപ്രസ്ഡ് എയറിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഫിൽട്രേഷൻ നടക്കുന്നതെങ്കിൽ നെഗറ്റീവ് പ്രഷർ സിസ്റ്റത്തിൽ നമ്മളൊരു വാക്യൂം ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പേര് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പോസിറ്റീവ് പ്രഷർ സിസ്റ്റം ആൻഡ് നെഗറ്റീവ് പ്രഷർ സിസ്റ്റം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫിൽറ്റർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആപ്ലിക്കേഷൻസ് പറഞ്ഞില്ലേ, ഡ്രൈ ഹീറ്റിൻ്റെയും മോയിസ്റ്റ് ഹീറ്റിൻ്റെയും. അതേപോലെ തന്നെ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പല ടൈപ്പ് ഫിൽറ്റേഴ്സും അതിൻ്റെ മറ്റു പേര് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിൽറ്റേഴ്സ് ആണ് ആസ്ബസ്റ്റോസ് ഫിൽറ്റർ, അഥവാ മറ്റൊരു പേരൊന്ന് ഓർത്ത് വെച്ചോ, എന്താണ്, സിറ്റ്സ് ഫിൽറ്റേഴ്സ്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെയാണ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. സോ ദാറ്റ് ഈസ് മേഡപ്പ് ഓഫ്, ഇതിന്റെ പേര് വന്ന എന്താണ്, മേഡപ്പ് ഓഫ് ആസ്ബസ്റ്റോസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് ആസ്ബസ്റ്റോസ് എന്ന് പറഞ്ഞാൽ, മഗ്നീഷ്യം ട്രൈ സിലിക്കേറ്റ് ആണ് ആസ്ബസ്റ്റോസ് എന്ന് പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടാണത്. ഓക്കെ, സോ നമ്മളിതിന്റെ പോർ സൈസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആസ്ബസ്റ്റോസ് ഫിൽറ്റേഴ്സിന്റെ പോർ സൈസ് എത്രയാണ്, 0.01 to 5 മൈക്രോൺസ് വരെ ആകാം. മറ്റൊരു പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക, എന്താണ്, സിറ്റ്സ് ഫിൽറ്റേഴ്സ്. ഓക്കെ, അടുത്തത് സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്. മറ്റു പേരെന്താണ്, ഫ്രിറ്റഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ മോർട്ടൺ ഫിൽറ്റേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സിന് ഡിഫറെൻറ്റ് പോറോസിറ്റിയിൽ കിട്ടുന്നുണ്ട്, ലോ അഡ്സോപ്റ്റീവ് പ്രോപ്പർട്ടി ആണ്, ക്ലീൻ ചെയ്യാനുള്ള എളുപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്, പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കൂടാതെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ് അല്ലേ, അതുകൊണ്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, എക്സ്പെൻസീവ് ആണ്, ആൻഡ് ഹാവ് എ സ്മോൾ ഏരിയ ഓഫ് ഫിൽട്രേഷൻ. ഓക്കെ, സോ ആദ്യത്തെ ഫിൽറ്റർ എന്തായിരുന്നു, ആസ്ബസ്റ്റോസ് ഫിൽറ്റർ അല്ലെങ്കിൽ സിറ്റ്സ് ഫിൽറ്റർ. രണ്ടാമത്തെ ഫിൽറ്റർ എന്താണ്, സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ് അഥവാ മോർട്ടൺ ഫിൽറ്റേഴ്സ് അഥവാ ഫ്രിറ്റഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അറിഞ്ഞിരിക്കുക. എക്സ്പെൻസീവ് ആണെന്നുള്ളതും ബ്രിട്ടിൽ ആകാനുള്ള ചാൻസ് ഉണ്ടെന്നും കുറച്ച് ഏരിയ മാത്രമേ ഫിൽട്രേഷന് കിട്ടുന്നുള്ളൂ എന്നുള്ളതൊക്കെ ഡിസഡ്വാൻറ്റേജും. ഡിഫറെൻറ്റ് പോറോസിറ്റിയിൽ ലഭ്യമാകുന്നു എന്നുള്ളതും അബ്സോർപ്റ്റീവ് പവറും ക്ലീൻ ചെയ്യാനുള്ള എളുപ്പമൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജിലും വരുന്നുണ്ട്. അടുത്ത ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ അൾട്രാ പോർ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ മില്ലി പോർ ഫിൽറ്റേഴ്സ് എന്നൊക്കെ പേരുണ്ട്. സോ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ഹീറ്റ് ലബൈൽ കൾച്ചർ മീഡിയ കമ്പോണൻസ്. അപ്പോൾ നമ്മൾ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കൾച്ചർ മീഡിയ കമ്പോണൻസിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ കഴിഞ്ഞ അതിൻ്റെ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ആസ്ബസ്റ്റോസ് ഫിൽറ്റേഴ്സ് ഈസ് മേഡപ്പ് ഓഫ് ആസ്ബസ്റ്റോസ്. എന്താണ് ആസ്ബസ്റ്റോസ്, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ് എന്ന് പറഞ്ഞില്ലേ. സോ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആർ മേഡപ്പ് ഓഫ് എന്തൊക്കെയാണ്, സെല്ലുലോസ് അസറ്റേറ്റ് ആകാം, അല്ലെങ്കിൽ സെല്ലുലോസ് നൈട്രേറ്റ് ആകാം, പോളി കാർബണേറ്റ് ഒക്കെയാണ് അതിൻ്റെ കോമ്പോസിഷനും ഇമ്പോർട്ടൻ്റ് ആണ്.
മറ്റു പേര് ഓർത്തിരിക്കണം. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് അഥവാ അൾട്രാ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ മില്ലി പോർ ഫിൽറ്റേഴ്സ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആരെയാണ്? മെംബ്രെയിൻ ഫിൽറ്റേഴ്സിനെയാണ്. എന്തിൻ്റെയൊക്കെ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്ന നോക്കാം. ഒന്ന്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, പിന്നെ ഒഫ്താൽമിക് സൊല്യൂഷൻസ്, കൾച്ചർ മീഡിയ, ഓയിൽസ്, ആന്റിബയോട്ടിക്സ് ആൻഡ് ഹീറ്റ് സെൻസിറ്റീവ് സൊല്യൂഷൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് ലബൈൽ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അടുത്തത് നാലാമത്തെ ഫിൽറ്റർ. അപ്പൊ ആസ്ബസ്റ്റോസ് ഫിൽറ്റർ ആയി, ഗ്ലാസ് ഫിൽറ്റേഴ്സ് ആയി, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആയി. ലാസ്റ്റ് വൺ ഈസ് ഡെപ്ത് ഫിൽറ്റേഴ്സ്. A depth filter is a fibrous sheet or a mat made from a random array of overlapping paper or borosilicate glass fibers. ഈ ഡെപ്ത് ഫിൽറ്റേഴ്സിൽ വരുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിൽറ്റർ ആണ് ഹെപ്പ ഫിൽറ്റേഴ്സ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെപ്ത് ഫിൽറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഹിപ്പ ഫിൽറ്റേഴ്സ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിരിക്കുക ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്റേഴ്സ്. സോ ഈ ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലർ എയർ ഫിൽറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റെറിലൈസേഷൻ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് നമ്മൾ അതിന്റെ ഇത് പറഞ്ഞു, ഫുൾ ഫോം പറഞ്ഞു, ഹെപ്പ എന്താന്നുള്ളത്, ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്റർ. പിന്നെ ഇതിനകത്ത് ഏകദേശം 99.97% ആണ് ഇതിന്റെ എഫിഷ്യൻസി. 99.97% കണ്ടാമിനേഷൻ ഇത് പ്രിവെന്റ് ചെയ്യുന്നു. അത്ര എഫിഷ്യൻസി ഇതിനുണ്ട്. പിന്നെ ഇതിന്റെ പോർ സൈസ് എന്ന് ഓർത്തിരിക്കുക 0.3 മൈക്രോൺസ് ആണ് ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഹിപ്പ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്ന എവിടൊക്കെയാണെന്നും അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നമ്മുടെ ICUകൾ, അതായത് ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ ഉണ്ടല്ലോ, ഇൻ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ട്രീറ്റിംഗ് ബേൺ കേസസ്, പിന്നെ ഇൻ സ്റ്റെറൈൽ സോൺസ് ഓഫ് ഹൈ വാല്യൂ ആന്റിബയോട്ടിക് പ്രിപ്പറേഷൻ ഏരിയാസിൽ, പാക്കേജിംഗ് ഏരിയാസ്, IV ഇഞ്ചക്ഷൻസ് ഉണ്ടാക്കുന്ന ഏരിയാസിൽ, അതർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെറൈൽ പ്രിപ്പറേഷൻസ് ഉണ്ടാക്കുന്ന ഏരിയാസിൽ, പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സൊല്യൂഷൻ ഫോർ പാരന്റൽ യൂസ്. അപ്പൊ ഹിപ്പ ഫിൽറ്റേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അല്ലെ. ഹെപ്പ ഫിൽറ്റേഴ്സ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ICUല്, അതായത് പ്രത്യേകിച്ച് ബേൺ കേസുകളിലൊക്കെ പേഷ്യൻസ് കിടക്കുന്ന ICUല് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്റ്റെറൈൽ സോണുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് സ്റ്റെറൈൽ സോണുകൾ? അതായത് ഈ ഹൈ എൻഡ് ആന്റിബയോട്ടിക്സ് ഉണ്ടല്ലോ, അതായത് ഇമിപിനം, അതേപോലെ തന്നെ നമ്മൾ ഹൈ എൻഡ് ആന്റിബയോട്ടിക്സ്, അതായത് നോർമൽ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് അല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഹൈ എൻഡ് ആന്റിബയോട്ടിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ഏരിയയിൽ, അവയുടെയൊക്കെ പാക്കേജിങ് ഏരിയയിൽ, അതേപോലെ മറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെറൈൽ പ്രിപ്പറേഷൻസിൻ്റെ ഒക്കെ ഏരിയയിൽ നമ്മൾ ഹെപ്പ ഫിൽറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ എഫിഷ്യൻസി നോക്കൂ, 99.97% അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ പറഞ്ഞായിരുന്നു. ഏതാണ്? ബാസിലസ് സ്റ്റീറോതെർമോഫിലസ്. മറ്റ് മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോട്ട് എയർ ഓവനിൽ നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ബാസിലസ് സബ്റ്റിലസ് യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോസ്ട്രീഡിയം ടെറ്റനെ യൂസ് ചെയ്യുന്നുണ്ട്, ബാസിലസ് നിഗറും യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോക്ലേവിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്നതാണ് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ്. ഫിൽട്രേഷനിൽ യൂസ് ചെയ്യുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്യൂഡോമോണസ് ഡിമിനുറ്റ. ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. പിന്നെ അയണൈസിങ് റേഡിയേഷൻസ് ആണെങ്കിൽ ബാസിലസ് പ്യൂമിലസ് ആണ്. ഈ ഒരു സ്ലൈഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദീസ് ആർ ദി ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ: ഹോട്ട് എയർ, ഓട്ടോക്ലേവ്, ഫിൽട്രേഷൻ ആൻഡ് അയണൈസിങ്. സോ നമ്മൾ ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്, അതിൽ തന്നെ മോയിസ്റ്റ് ഹീറ്റിലെ 100 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, 100 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലുള്ളത്. പിന്നെ നമ്മൾ അയണൈസിങ് റേഡിയേഷൻസ് പറഞ്ഞു. അതിൽ തന്നെ അയണൈസിങ്ങും നോൺ അയണൈസിങ്ങും പറഞ്ഞു. അതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഫിൽട്രേഷൻ മെത്തേഡ് പറഞ്ഞു. അതിൽ ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഹിപ്പ ഫിൽറ്റേഴ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻ. പിന്നെ ആസ്ബസ്റ്റോസ് ഫിൽറ്റേഴ്സ്, അതിൻ്റെ കോമ്പോസിഷൻ. അൾട്രാ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ മില്ലിപോർ ഫിൽറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആരെയാണ്? മെംബ്രെയിൻ ഫിൽറ്റേഴ്സിനെയാണ്. അതിൻ്റെ കോമ്പോസിഷൻ, സെല്ലുലോസ് ഒക്കെ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്? എന്താണ്, എന്തുകൊണ്ടാണ് ഇതിന് കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പേര് വന്നത്? ആർക്കാണ് കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ, അയണൈസിങ്ങിനാണോ നോൺ അയണൈസിങ്ങിനാണോ? ഏതിനാണ് കൂടുതൽ ആപ്ലിക്കേഷൻ? നോൺ അയണൈസിങ്ങിനെ വെച്ച് നോക്കുമ്പം അയണൈസിങ് റേഡിയേഷൻ ആണ് കൂടുതൽ ആപ്ലിക്കേഷൻ. ജസ്റ്റ് സർഫസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ മാത്രമേ സ്റ്റെറിലൈസ് ചെയ്യാൻ മാത്രമേ ഈ UV റേഡിയേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. സോ അടുത്ത മെത്തേഡ് ഫിസിക്കൽ കഴിഞ്ഞു. അടുത്ത കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഗേഷ്യസ് സ്റ്റെറിലൈസേഷനും വരുന്നുണ്ട്, ലിക്വിഡ് സ്റ്റെറിലൈസേഷനും ഉണ്ട്. അതായത് ഗേഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തും സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് സ്റ്റെറിലൈസേഷനും ഉണ്ട്. അതിൽ ഗേഷ്യസ് സ്റ്റെറിലൈസേഷനിൽ വരുന്ന പ്രധാനപ്പെട്ടതും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു
കെമിക്കൽ കമ്പോണന്റ് ആണ് എത്തിലീൻ ഓക്സൈഡ്. രണ്ടാമത്തത് ഫോർമാൽഡിഹൈഡ് HCHO എന്നറിയപ്പെടുന്നത്. പിന്നെ നൈട്രജൻ ഡയോക്സൈഡ് അഥവാ നമ്മുടെ ലാഫിംഗ് ഗ്യാസ്, പിന്നെ ഓസോൺ O3. ഇനി ലിക്വിഡ് സ്റ്റെറിലൈസേഷനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, പിന്നെ ഗ്ലൂട്രാൽഡിഹൈഡ് ആൻഡ് ഹൈപ്പോക്ലോറൈറ്റ്. ഫസ്റ്റ് വൺ എന്താണ്? ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ അഥവാ നമ്മൾ വേപ്പർ ഫേസ് ഡിസിൻഫെക്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ ലിവിംഗ് മൈക്രോ ഓർഗാനിസം വിത്ത് എ കെമിക്കൽ ഇൻ എ ഗേഷ്യസ് ഓർ വേപ്പർ സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ ലിവിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസിനെ എല്ലാം എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? ഒരു കെമിക്കൽ ആയിരിക്കും. ഒന്നെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വേപ്പർ ഫോമിലോ നിൽക്കുന്ന ഒരു സ്റ്റെറിലൈസേഷൻ ഏജന്റ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടു സ്റ്റെറിലൈസ് മെറ്റീരിയൽ വിച്ച് ആർ അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ബൈ ഡ്രൈ ആൻഡ് മോയ്സ്റ്റ് ഹീറ്റ്. എപ്പോഴാണ് കെമിക്കൽ സ്റ്റെറിലൈസേഷന്റെ ആവശ്യകത വരുന്നത് വെച്ചാൽ നമ്മൾ മുമ്പ് പഠിച്ച ഡ്രൈ ഹീറ്റോ മോയ്സ്റ്റ് ഹീറ്റോ കൊണ്ടൊന്നും നമുക്ക് സ്റ്റെറിലൈസേഷൻ സാധ്യമാകാത്ത, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ ആ ഒരു വസ്തുവിന് എന്തെങ്കിലും ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമുക്ക് പിന്നെ കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നത്. Gases are toxic to human beings above certain concentration, unpleasant or undesirable side effect. സത്യം പറഞ്ഞാൽ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ അത്ര സേഫ് അല്ല. കാരണം ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ അപ്പുറത്തേക്ക് നമ്മൾ ഈ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഹ്യൂമൺ എന്താവും ദോഷമായിട്ട് ഭവിക്കാറുണ്ട്. അപ്പൊ ഗേഷ്യസ് സ്റ്റെറിലൈന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എത്തിലീൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ്, ബീറ്റാ പ്രൊപ്പിയോലാക്ടോൺ, പ്രൊപ്പലീൻ ഓക്സൈഡ്, ആൽക്കഹോൾ, ഗ്ലൈക്കോൾ, എത്തിലീൻ ബ്രോമൈഡ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ എത്തിലീൻ ഓക്സൈഡും ഫോർമാൽഡിഹൈഡ് ഒക്കെ. ആദ്യം നമുക്ക് എത്തിലീൻ ഓക്സൈഡ് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ എത്തിലീൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സൈക്ലിക് ഈഥർ ആണ്. ഓക്കെ, വോളറ്റൈൽ ആണ് അല്ലേ, ആൻഡ് സൈക്ലിക് ഈഥർ ആണ്. പിന്നെ ഒരു കളർലെസ് ലിക്വിഡ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഏകദേശം ഇത്രയും വരും. പിന്നെ ഹൈലി ഇൻഫ്ലേമബിൾ ആണ് എന്ത്? എത്തിലീൻ ഓക്സൈഡ്. എക്സ്പ്ലോസീവ് വെൻ കോൺസെൻട്രേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 3%. ഫ്ലെയിമബിൾ ആണ് അല്ലേ. അതോടൊപ്പം തന്നെ എക്സ്പ്ലോസീവ് നേച്ചർ ആണ്. ആൻഡ് ടു പ്രിവെന്റ് മിക്സ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഫ്ലൂറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഇൻ സർട്ടൻ പ്രൊപ്പോർഷൻ. ഇത്രയും ഫ്ലെയിമബിൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എത്തിലീൻ ഓക്സൈഡിനെ എന്തുമായിട്ട് മിക്സ് ചെയ്യാറുണ്ട്? ടു പ്രിവെന്റ് മിക്സ് ഇറ്റ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഫ്ലൂറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അഥവാ നമ്മുടെ ഫ്രീ ഓൺസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? മിക്സ് ചെയ്യാറുണ്ട്. എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് വൈറസസ് ആൻഡ് സ്പോർസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മോസ്റ്റ് വൈഡ്ലി അല്ലെങ്കിൽ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്റ്റെറിലന്റ് ചോദിച്ചാൽ അത് എത്തിലീൻ ഓക്സൈഡാണ്. കാരണം എന്താ? അതിന് എല്ലാ ടൈപ്പ് മൈക്രോ ഓർഗാനിസിനെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ട്, ഇൻക്ലൂഡിങ് വൈറസസ് ആൻഡ് സ്പോർ ഫോംസ്. ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ആൽക്കൈലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. കണ്ടോ, ആക്ഷൻ ഈസ് ഡ്യൂ ടു ദി എബിലിറ്റി ടു ആൽക്കൈലേറ്റ്. അയണൈസിങ് റേഡിയേഷൻസും നോൺ അയണൈസിങ് റേഡിയേഷൻസ് എങ്ങനെയാണ് അവയുടെ ആക്ഷൻ കാണിക്കുന്നത്? അയണൈസിങ് റേഡിയേഷൻസ് ആണെങ്കിൽ ഡാമേജ് DNA തന്നെ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. മറ്റേതാണെങ്കിൽ DNAക്ക് ഡാമേജ് ഉണ്ടാവും. മറ്റേത് ഉദ്ദേശിക്കുന്നത് നോൺ അയണൈസിങ് റേഡിയേഷൻ. മറ്റേത് രണ്ടും നമ്മൾ ഡ്രൈ ഹീറ്റിന്റെയും മോയിസ്റ്റ് ഹീറ്റിന്റെ ഒക്കെ പറഞ്ഞതാണ്, കോയാഗുലേഷനും ഓക്സിഡേറ്റീവ് ഡാമേജ്. ഇനി പറയാനുള്ളത് കെമിക്കൽ സ്റ്റെറിലൈസേഷന്റെ ആയിരുന്നു. അതെങ്ങനെയാണ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ത്രൂ ആൽക്കൈലേഷൻ. ഇനി ആൽക്കലൈറ്റ് ചെയ്യുന്ന എവിടെയൊക്കെ ആൽക്കലൈറ്റ് ചെയ്യും? എൻസൈമുകളെ, പ്രോട്ടീനുകളെ, ന്യൂക്ലിക് ആസിഡുകളെയൊക്കെ ആൽക്കലൈറ്റ് ചെയ്ത് അവയിലൂടെയാണ് അപ്പോൾ അവയുടെ മൈക്രോ ഓർഗാൻസിനെ കില്ല് ചെയ്യുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ടോക്സിറ്റി ടു ഹ്യൂമൻ ബീങ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷന് മുകളിലോട്ട് നമുക്കിത് ഉപയോഗിച്ചാൽ അത് മനുഷ്യന് എന്ത് ചെയ്യും? ദോഷം ഉണ്ടാക്കും. ഇൻക്ലൂഡിങ് മ്യൂട്ടാജെനിസിറ്റി ആൻഡ് കാർസിനോജെനിസിറ്റി. ചെറിയ തരത്തിലുള്ള ദോഷമൊന്നുമല്ല, അത് മ്യൂട്ടാജെനിസിറ്റി ആൻഡ് കാർസിനോജെനിസിക് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, സോ എത്തിലീൻ ഓക്സൈഡിന്റെ പ്രത്യേകത എന്താണ്? വോളറ്റൈൽ സൈക്ലിക് ഈഥർ ആണ്, കളർലെസ് ആണ്, ഹൈലി ഇൻഫ്ലേമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് നേച്ചർ ആണ്. ആ എക്സ്പ്ലോസീവ് നേച്ചർ ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് മീൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഫ്ലൂറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസുമായിട്ട് മിക്സ് ചെയ്യും. എല്ലാത്തരം ഓർഗാനിസത്തിനോട് ഇത് എഫക്റ്റീവ് ആണ്, ഇൻക്ലൂഡിങ് എന്താണ്? വൈറസസ് ആൻഡ് സ്പോർസ്. ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഈസ് their ability to alkylate the proteins, enzymes and nucleic acid. And the major disadvantage is its effect on human beings, especially mutagenic and carcinogenic. ഗേഷ്യസ് സ്റ്റെറിലന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എത്തിലീൻ ഓക്സൈഡ്, അതിന്റെ ആ ഒരു എഫക്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പല കാരണങ്ങൾ കൊണ്ടും ഇതിന്റെ ഫാക്ടേഴ്സ് മാറി മറിയാമല്ലോ.
സോ കോൺസെൻട്രേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം 160 ഡിഗ്രി സെൽഷ്യസിൽ ഉപയോഗിക്കുന്ന ടൈം അല്ല ഹോട്ട് എയർ റൂമിൽ നമ്മൾ 180 യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് വേരി ചെയ്യും. അതേപോലെ തന്നെ എത്തിലീൻ ഓക്സൈഡിന്റെ എഫക്റ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരും, ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് മാറ്റം വരും, മോയ്സ്ചർ കണ്ടന്റ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും, ടൈം അനുസരിച്ച് വ്യത്യാസപ്പെടും, ആൻഡ് കണ്ടീഷൻ ആൻഡ് ആക്സസബിലിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം. ഏത് മൈക്രോ ഓർഗാനിസിനെതിരെയാണോ അത് കൂടുതൽ എഫക്റ്റീവ്, എല്ലാത്തിനെതിരെ ഒരേപോലെ ആണോ, ചിലതിനനുസരിച്ച് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും, ചില മൈക്രോ ഓർഗാനിസം റെസിസ്റ്റന്റ് ആകും, അങ്ങനെയൊക്കെ കണ്ടീഷൻസും വേരി ചെയ്ത് വരാം. സോ കോൺസെൻട്രേഷനും എക്സ്പോഷർ ടൈമും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോൺസെൻട്രേഷൻ മില്ലിഗ്രാം പെർ ലിറ്ററിലും എക്സ്പോഷർ ടൈം അവറിലുമാണ് കൊടുത്തിരിക്കുന്നത്. 44 മില്ലിഗ്രാം പെർ ലിറ്ററിലാണ് നമ്മൾ എത്തിലീൻ ഓക്സൈഡ് വെക്കുന്നതെങ്കിൽ എക്സ്പോഷർ ടൈം എത്ര മണിക്കൂർ വരും? 24 മണിക്കൂർ, ഒരു ദിവസം എടുക്കും. 88 ആണെങ്കിൽ 24 എന്നുള്ളത് കുറഞ്ഞ് 10 മണിക്കൂറിലോട്ട് വരും. 442 മില്ലിഗ്രാം പെർ ലിറ്റർ കോൺസെൻട്രേഷനിലാണ് എത്തിലീൻ ഓക്സൈഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെറും 4 മണിക്കൂർ മതിയാകും. 884 വരുമ്പോൾ വെറും 2 മണിക്കൂറിൽ മതിയാകും. പക്ഷേ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് നമുക്കൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. മനുഷ്യൻ അതെന്തുണ്ടാക്കും? ദോഷം ഉണ്ടാക്കും. അടുത്ത ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ ഹീറ്റിനെയും മോയ്സ്റ്റ് ഹീറ്റിനെയും ഫിൽട്രേഷൻ്റെയും അയണൈസിങ് ഒക്കെ പോലെ തന്നെ ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ്റെ ആപ്ലിക്കേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസിങ് തെർമോലബൈൽ മെറ്റീരിയൽസ്. ഓക്കെ, നമ്മൾ മറ്റേനെ കോൾഡ് സ്റ്റെറിലൈസേഷൻ വിളിച്ചെങ്കിൽ ഇതിനെ നമ്മളതിനെ കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അതൊന്ന് ഓർത്തു വെച്ചേക്കാം. So used for sterilizing the thermolabile materials, plastics and rubber articles, respirators, heart lung machines, sutures and dental equipments. ചോദിച്ചിട്ടുണ്ട് സ്യൂച്ചേഴ്സ് ഒക്കെ എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? എന്താണ്? എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ ആണ്. പിന്നെ സ്റ്റെറിലൈസേഷൻ ഓഫ് ഡെലിക്കേറ്റ് ഹെവി ഇൻസ്ട്രുമെന്റ്സ്, ഇലക്ട്രോണിക് ഡയഗ്നോസ്റ്റിക് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് പൗഡർ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് പാക്ഡ് ഇൻ പ്ലാസ്റ്റിക് ആൻഡ് സെല്ലോഫെയിൻ എൻവലപ്സ്, ഹോസ്പിറ്റൽ ബെഡിങ്സ്, ബ്ലാങ്കറ്റുകൾ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് സിറിഞ്ചസ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് സിറിഞ്ചസ് ആൻഡ് സ്യൂച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? എന്ത് മെത്തേഡാണ്? ഗേഷ്യസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. പിന്നെ ബയോളജിക്കൽ പ്രിപ്പറേഷൻസ് ആയ കാറ്റ് ഗട്ട്, ആന്റിബയോട്ടിക്, ഫുഡ് സ്റ്റഫ്സ്, ബുക്സ്, ക്ലോത്തിങ് ആൻഡ് സോയിൽ, ഇതും ചോദിച്ചിട്ടുണ്ട്. കാറ്റ് ഗട്ട് എന്ത് മെത്തേഡ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന്? കാറ്റ് ഗട്ട് എന്താണെന്ന് അറിയാമല്ലോ, അബ്സോർബബിൾ ആയിട്ടുള്ള സ്യൂച്ചേഴ്സ് ആണ്. സോ കാറ്റ് ഗട്ട് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് അതാണ്. കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. അടുത്തത് ഫോർമാൽഡിഹൈഡ് ഗ്യാസ്. അപ്പോൾ എത്തിലീൻ ഓക്സൈഡ് ഇത്രയേ ഉള്ളൂ. എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു, അത് ഉപയോഗിക്കേണ്ട കോൺസെൻട്രേഷനും അതിനെടുക്കുന്ന ടൈമും ഡിസ്കസ് ചെയ്തു. അടുത്ത ഫോർമാൽഡിഹൈഡ് ഗ്യാസ് കിൽ ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് സ്പോർ ബാക്ടീരിയസൈഡൽ വിത്ത് പുവർ പെനിട്രേറ്റിംഗ് പവർ. പെനിട്രേറ്റിംഗ് പവർ ഫോർമാൽഡിഹൈഡ് ഗ്യാസിന് കുറവാണ്, പക്ഷേ ഇത് നമ്മുടെ ബാക്ടീരിയയുടെ 2 ഫോമിനെയും കില്ല് ചെയ്യുന്നുണ്ട്. ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് സ്പോർ ഫോമിനെയും കില്ല് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയസിഡൽ ആക്ഷനാണ്, അതായത് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് അല്ല ചെയ്യുന്നത്, കൊല്ലുക ചെയ്യുന്നത്, കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്യാസ് ഈസ് ടോക്സിക് ആൻഡ് ഇറിറ്റന്റ് വെൻ ഇൻഹെയിൽഡ്. ഈ കെമിക്കൽ സ്റ്റെറിലൈസേഷന് ഭയങ്കര ദൂഷ്യവശങ്ങൾ ഇഷ്ടംമാതിരിയുണ്ട്. ഇപ്പോൾ എത്തിലീൻ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ ഒരു പരിധിക്ക് അപ്പുറമായി കഴിഞ്ഞാൽ അത് നമുക്ക് കാർസിനോജൻസിറ്റി അല്ലെങ്കിൽ മ്യൂട്ടാജൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫോർമാൽഡിഹൈഡ് ഗ്യാസും ടോക്സിക് ആണ്. അതായത് പ്രത്യേകിച്ച് നമ്മളത് ഇറിറ്റന്റ് നേച്ചർ ഉണ്ട്, നമുക്കത് ഇൻഹെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇറിറ്റന്റ് നേച്ചർ അതിന് ഉണ്ട്. പിന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ കമ്പൈൻ റെഡിലി വിത്ത് വൈറ്റൽ ഓർഗാനിക് നൈട്രജൻ കമ്പോണൻസ് സച്ച് ആസ് പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, എങ്ങനെയാണ് ആൽക്കൈലേഷനിലൂടെ അവ പോയി നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ എൻസൈംസിൻ്റെയും പ്രോട്ടീൻസിലൊക്കെ ആയിരിക്കും പോയി ആക്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത്, ഗ്യാസ് ഈസ് ജനറേറ്റഡ് ബൈ ഹീറ്റിംഗ് ഫോർമാലിൻ. ഫോർമാലിനെ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് ചെയ്താണ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉണ്ടാക്കുന്നത്. ഇതിൽ എത്ര ശതമാനം ഫോർമാൽഡിഹൈഡ് ഉണ്ടാകും? 37 മുതൽ 40%. ഓക്കെ, സോ എന്താണ്? കിൽസ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് സ്പോർ ഫോം, ബാക്ടീരിയസൈഡൽ ആക്ഷൻ, പുവർ പെനിട്രേറ്റിംഗ് പവർ, ഗ്യാസ് ടോക്സിക് ആണ്, ഇൻഹെയിൽ ചെയ്താൽ ഇറിറ്റന്റ് നേച്ചർ ആണ്, മെക്കാനിസം ഓഫ് ആക്ഷൻ ആൽക്കൈലേഷൻ ഓഫ് പ്രോട്ടീൻ. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ കാറ്റ് ഗട്ട്, സ്യൂച്ചേഴ്സ് ഒക്കെ പറഞ്ഞു എത്തിലീൻ ഓക്സൈഡിന്റെ കേസിൽ. ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെയാണ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്? യൂസ്ഡ് ഫോർ ദ ഫ്യൂമിഗേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ഹോസ്പിറ്റലർ റൂംസ്, വാർഡ്, അസെപ്റ്റിക് ഏരിയാസ് ആൻഡ് മൈക്രോബയോളജിക്കൽ ലബോറട്ടറീസിൻ്റെ ഒക്കെ
സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂമിഗേഷൻ പർപ്പസിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ഹോസ്പിറ്റൽ റൂംസ്, വാർഡ്സ് ആൻഡ് അസെപ്റ്റിക് ഏരിയാസ്. അടുത്തത് ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ, മൂന്നാമത്തെ കെമിക്കൽ സ്റ്റെറിലന്റ്. ആദ്യം ഏതാ പറഞ്ഞത്? എത്തിലീൻ ഓക്സൈഡ്, രണ്ടാമത് ഫോർമാൽഡിഹൈഡ്, മൂന്നാമത് പറയാൻ പോണത് ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ. കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഓഫ് കീറ്റൈൻ ആൻഡ് ഫോർമാൽഡിഹൈഡ്. ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ നമ്മൾ എല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും കൂടെ പറയുന്നുണ്ടല്ലോ. സോ ഇതെന്ന് പറയുന്നതാണ് കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഓഫ് കീറ്റൈൻ ആൻഡ് ഫോർമാൽഡിഹൈഡ്. ഇതും നമ്മുടെ എത്തിലീൻ ഓക്സൈഡിനെ പോലെ തന്നെ എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ആൾ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് വൈറസ്. മോർ എഫിഷ്യൻറ്റ് ഫോർ ഫ്യൂമിഗേഷൻ ദാൻ ഫോർമാൽഡിഹൈഡ്. നമ്മൾ കൂടുതൽ ഫ്യൂമിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമാൽഡിഹൈഡ് ആണെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവ് ആരാണെന്നാണ് പറയുന്നത്? ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ. നോക്കൂ, 25 ടൈംസ് ആക്റ്റീവ് ദാൻ ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡിന്റെ എഫിഷ്യൻസിയേക്കാൾ 25 മടങ്ങാണ് ഇതിന്റെ ആക്ഷൻ ബീറ്റ പ്രൊപ്പിയോലാക്ടോണിന്റെ. ഇനി എത്തിലീൻ ഓക്സൈഡിനെ വെച്ച് നോക്കുമ്പം 4000 ടൈംസ് ആണ് അതിന്റെ ആക്ടിവിറ്റി കൂടുതൽ. ഇതിനും എന്ത് ആക്ഷനാണ്? ബാക്ടീരിയസിഡൽ ആക്ഷനാണ്, അതായത് ബാക്ടീരിയയെ കില്ല് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ എത്രയാണ്? യൂസ്ഡ് ഇൻ 0.2%. ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസ്ഡ് ഫോർ ദി ഇനാക്ടിവേഷൻ ഓഫ് വാക്സിൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആൻഡ് അസെപ്റ്റിക് റൂം. അടുത്ത കെമിക്കൽ സ്റ്റെറിലന്റ് ആണ് ഓസോൺ. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ. അടുത്ത പറയുന്നത് ഓസോൺ ആണ്. ഓസോൺ എന്ന് പറയുന്ന ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഗ്യാസ് ആണ്. നോക്കൂ, എന്താണ് ഇതിന്റെ യൂസ് എന്താന്ന് നോക്കിക്കേ. യൂസ്ഡ് ടു സ്റ്റെറിലൈസ് എയർ ആൻഡ് വാട്ടർ ആസ് എ ഡിസിൻഫെക്റ്റന്റ് ഫോർ സർഫസ്. എയർ ആൻഡ് വാട്ടർ സ്റ്റെറിലൈസേഷന് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഓസോൺ. ഇതിനൊരു പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് നമ്മൾ മേജർലി ഇതിൻ്റെ ഉപയോഗിക്കുന്നത്. ഈ കോമ്പൗണ്ടിന്റെ ആ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയാണ് നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് കടമെടുത്തിരിക്കുന്നത്. കെമിക്കൽ സ്റ്റെറിലൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓസോൺ. ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗ്യാസ് ആണ്. മെയിൻലി യൂസ് ടു സ്റ്റെറിലൈസ് എയർ ആൻഡ് വാട്ടർ ആണ്. ഇതിൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈ റിയാക്ടിവിറ്റി ഓഫ് ഓസോണ് നമുക്ക് പ്രധാനമായിട്ടും റിമൂവൽ ഓഫ് വേസ്റ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ ഇതിൻ്റെ മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെരി ഹസാഡസ് ആണ്. സോ ദി ക്യാൻ ബി യൂസ്ഡ് അറ്റ് എ കോൺസെൻട്രേഷൻ ഓഫ് 5 പാർട്സ് പെർ മില്യൺ. അതായത് കോൺസെൻട്രേഷൻ കുറച്ചേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അത്രയും ഹസാഡസ് നേച്ചർ ഉള്ളതുകൊണ്ട്. വിച്ച് ഈസ് 160 ടൈംസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി എത്തിലീൻ ഓക്സൈഡ്. എത്തിലീൻ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു മ്യൂട്ടാജനിക് ആൻഡ് കാർസിനോജനിക് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ഹസാഡസ് ആണ്. അതുകൊണ്ട് കോൺസെൻട്രേഷൻ കുറച്ചേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ഒരു 5 ppm മാത്രം. പിന്നെ ഒരു അൺസ്റ്റേബിൾ ആൻഡ് റിയാക്റ്റീവ് ഗ്യാസും കൂടാണിത്. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ്. നമ്മൾ എല്ലാ സ്റ്റെറിലൈസേഷനിലും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് നോക്കാം. സോ കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് യൂഷ്വൽ റേഞ്ച് എന്ന് പറയുന്നത് 200 to 1000 mg/L ആണ്. ടെമ്പറേച്ചർ തെർമോലബൈൽ മെറ്റീരിയൽസ് ആർ സ്റ്റെറിലൈസ്ഡ് അറ്റ് എ റേഞ്ച് ഓഫ് 20 to 600 degrees Celsius ആണ്. പിന്നെ മോയ്സ്ചറിനും എഫക്റ്റ് ഉണ്ട്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് 30 മുതൽ 33% വരെയൊക്കെ പാടുള്ളൂ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ ടൈം ഓഫ് എക്സ്പോഷർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സബ്സ്റ്റൻസ് ടു ബി സ്റ്റെറിലൈസ്ഡ് സെവറൽ കോമ്പിനേഷൻ ക്യാൻ ബി മെത്തേഡ്. സോ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്റ്റെറിലൈസേഷൻ? ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ കോൺസെൻട്രേഷൻ വരും, ടൈം വരും, മോയ്സ്ചർ കണ്ടന്റ് വരും, ടെമ്പറേച്ചറും വരും. ഓക്കെ, ഇത് ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ്. നോ മെറ്റീരിയൽസ് ആർ ഡാമേജ്ഡ്. ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ വഴി ഒന്നും ഡാമേജ് ആകുന്നില്ല. കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ അല്ലേ പറയുന്നത്, ടെമ്പറേച്ചർ വരുന്നുണ്ടാവില്ല. ക്യാൻ ബി യൂസ്ഡ് അറ്റ് എ റൂം ടെമ്പറേച്ചർ, എഫക്റ്റീവ് അറ്റ് ലോ ഹ്യൂമിഡിറ്റി, എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഓൾ ഓർഗാനിസം, നോ റെസിജ്വൽ എഫക്റ്റ്. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ. ഇതിൻ്റെ ഒരു റെസിജ്വൽ എഫക്റ്റ് ഒന്നും പിന്നീട് ഉണ്ടാവുന്നില്ല. എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെതിരെയും എഫക്റ്റീവ് ആകുന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബാക്ടീരിയസൈഡൽ ആക്ഷൻ കിട്ടുന്നുണ്ട്. ലോ ഹ്യൂമിഡിറ്റിയിലും ഇത് എഫക്റ്റീവ് ആണ്. റൂം ടെമ്പറേച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നു ആൻഡ് ഡാമേജസ് ചെയ്യുന്നില്ല മെറ്റീരിയലുകളെ. ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. മോർ ടെഡിയസ് ദാൻ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ, കോസ്റ്റ് ഈസ് ഹയർ ദാൻ ഹീറ്റ് പ്രോസസ്സ്. പിന്നെ റിക്വയർ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആവശ്യം വരുന്നുണ്ട്. ടോക്സിക് ആൻഡ് ഇൻഫ്ലേമബിൾ, അതാണ് ഏറ്റവും പ്രശ്നം. എത്തിലീൻ ഓക്സൈഡിൻ്റെയും ഓസോണിൻ്റെയും ഫോർമാൽഡിഹൈഡിൻ്റെ ഒക്കെ പ്രശ്നം ടോക്സിറ്റിയും ഫ്ലെയിമബിലിറ്റി നേച്ചർ ആയിരുന്നു.
ആൻഡ് കൺട്രോൾ ഓഫ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് ക്രിട്ടിക്കൽ. അതായത് മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഈർപ്പമയം കൺട്രോൾ ചെയ്യുന്നത് വളരെ പാടുള്ള കാര്യം, അല്ലെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് നമുക്കൊരു നമ്മൾ ആപ്ലിക്കേഷൻസ് പറഞ്ഞില്ലേ ഓരോന്നിൻ്റെയും, ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്, ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ, ഫിൽട്രേഷൻ, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, ഇതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ ഒരു ടേബിളിലായിട്ട് കാണിച്ചിരിക്കുകയാണ്. റെഡ് ഹീറ്റ് മെത്തേഡ് മതി നമ്മൾ ഇനോക്കുലേറ്റിംഗ്, നമ്മുടെ മൈക്രോബയോളജിയിൽ യൂസ് ചെയ്യുന്ന ഇനോക്കുലേറ്റിംഗ് വയേഴ്സ് ആൻഡ് ലൂപ്പ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഗ്ലാസ് വെയർസ്, സിറിഞ്ചസ്, പെറ്റ് ഡിഷ്, ടെസ്റ്റ് ട്യൂബ്, ഫ്ലാസ്ക് ഒക്കെ ഹോട്ട് എയർ ഓവൻ വഴി. ഡിസ്പോസിബിൾ ആയിട്ടുള്ള സിറിഞ്ചസും മറ്റ് ഡിസ്പോസിബിൾ ഐറ്റംസ് ഒക്കെ ഗാമ റേഡിയേഷൻ വഴി. കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഓട്ടോക്ലേവ്. കൾച്ചർ മീഡിയ കണ്ടെയ്നിങ് സിറം ആൻഡ് എഗ് ആണെങ്കിൽ ടിൻഡലൈസേഷൻ. ടോക്സിൻ, സിറം, ഷുഗർ, ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ ഫിൽട്രേഷൻ മെത്തേഡ്. നമ്മുടെ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഗ്ലൂട്രാൽഡിഹൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോയിൽ ഡ്രസ്സിങ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻസിനറേഷൻ ആണ്, നമ്മൾ കത്തിച്ച് ചാരമാക്കി മാറ്റുകയാണ്. സ്കിന്നാണെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അയഡിൻ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യും. മിൽക്ക് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള മെത്തേഡ് പാസ്ചറൈസേഷൻ. ഈ ഒരു ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ സ്റ്റെറിലൈസേഷൻ ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ആപ്ലിക്കേഷൻ ഏരിയയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഈ ഒരു ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിൽക്ക് ചോദിച്ചിട്ടുള്ളതാണ്, കൾച്ചർ മീഡിയാസ് ചോദിച്ചിട്ടുള്ളതാണ്, സിറിഞ്ചസ്, പെറ്റ് ഡിഷ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡ്സ് ചോദിച്ചിട്ടുള്ളതാണ് ഹോട്ട് എയർ ഓവൻ. അതേപോലെ തന്നെ ഡിസ്പോസിബിൾ സിറിഞ്ചസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്, അതൊക്കെ ഗാമ റേഡിയേഷനിൽ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. താങ്ക് യു.